ഹലോ ടീച്ചേഴ്സ്, ഗുഡ് ഈവനിങ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന പേപ്പറിലെ ദ ലാസ്റ്റ് യൂണിറ്റ് ആണ് ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ. അപ്പം നമ്മളൊരു പ്രൊഫഷൻ കീപ്പ് ചെയ്യാൻ പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ടീച്ചിങ് ഈസ് എ പ്രൊഫഷൻ എന്ന് നമുക്ക് പറയാം. സോ നമ്മുടെ യൂണിറ്റിന്റെ പേര് ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ എന്നുള്ളതാണ്. ലെറ്റ് മീ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. എല്ലാവരും ഒരു നല്ല അധ്യാപകരാകാൻ വേണ്ട കുറച്ച് ക്വാളിറ്റീസ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ ഒരു പ്രൊഫഷണൽ എത്തിക്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണാലിറ്റി എങ്ങനെ കണ്ടിന്യൂ ചെയ്യാം, അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും പിന്നെ രണ്ട് ഭാഗങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന് ടീച്ചിങ് ആസ് എ പ്രൊഫഷനും, പിന്നെ രണ്ട് നമ്മുടെ കുറച്ച് കമ്മിറ്റികളും. അപ്പം ഈ രണ്ട് കാര്യങ്ങളിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. സ്ക്രീന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ ചേഞ്ച് ചെയ്യണ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇതില് ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ ആണ്. നമ്മുടെ നാട്ടില് നമ്മൾ ഒരുപാട് പിന്നെ പ്രൊഫഷൻസ് കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, പിന്നെ എന്തൊക്കെ പ്രൊഫഷൻസ് ഉള്ളേ? ടീച്ചിങ് ഉണ്ട്. എന്തൊക്കെ വേറെ പ്രൊഫഷൻസ് ഉള്ളേ? ലോയർ ഉണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ലോയർ, ഫാർമസിസ്റ്റ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു ഷോപ്പ് കീപ്പർ ഒരു പ്രൊഫഷൻ ആണോ? ഷോപ്പ് കീപ്പിംഗ് എന്നുള്ളത് ഒരു പ്രൊഫഷൻ ആണോ? അല്ല. എന്തുകൊണ്ട് അല്ല? അതൊരു ബിസിനസ് അല്ലേ? ബിസിനസ് പ്രൊഫഷൻ അല്ല. അല്ല, ബിസിനസ് പ്രൊഫഷൻ ഒക്കെ ഡിഫറൻസ് ആണ്. എന്താണ് അതിന്? നിങ്ങള് ബിസിനസ് പഠിച്ചാലാണ്? ബിസിനസ് മാനേജ് പഠിച്ചാലാ? അതെ അതെ, ബിസിനസ്സിൽ നമുക്ക് ബിസിനസ്സും പ്രൊഫഷനും തമ്മിൽ എത്രയോ ഡിഫറൻസ് ഉണ്ടല്ലോ. ബിസിനസ്സിൽ നമുക്ക് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. പക്ഷെങ്കില് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഫീസ് ആണ് വരിക. അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രൊഫഷൻ ആകാൻ, ഒരു ജോലി ഒരു പ്രൊഫഷൻ ആകാൻ വേണ്ട പ്രത്യേകതകൾ എന്തല്ല? അപ്പൊ ഇതിലിങ്ങനെ അങ്ങനത്തെ സംഭവം പഠിക്കണില്ല. ഇത് ഓൾറെഡി ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ എന്ന് പറഞ്ഞ് ബാക്കി കണ്ടന്റ് പഠിക്കുന്നത്. ആക്ച്വലി ഒരു പ്രൊഫഷൻ ആകണമെങ്കിൽ അതിന് വേണ്ട മിനിമം ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആർക്കും അഭിപ്രായം കണ്ടി പറയാം. അതിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അതിന് അഥവാ ക്വാളിഫിക്കേഷൻ അല്ലെ? ഓക്കെ, ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ക്വാളിഫിക്കേഷൻ മാത്രം മതിയോ? പോരാ, സർട്ടൻ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. റൂൾസ്, റെഗുലേഷന്, എത്തിക്സ്. റൂൾസ്, റെഗുലേഷൻസ്, എത്തിക്സ്, അതിന് നോംസ്, ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. അറിയാൻ അത് ഉണ്ടായിരിക്കണം. ഓക്കെ, വേറുണ്ടോ? ഇനിയിപ്പോ അപ്പൊ അങ്ങനെയാണെങ്കിലേ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് സ്റ്റീലിംഗ്, മോഷണത്തിനൊരു കോഴ്സ് വന്നു, എന്നിട്ട് അതില് പിന്നെ മോഷണത്തിൻ്റെതായ ചില എത്തിക്സ് ഒക്കെ ഒരു കീപ്പ് ചെയ്താണ് മോഷ്ടിക്കുകയാണെങ്കിൽ അതൊരു പ്രൊഫഷനായി നമ്മൾ അംഗീകരിക്കുമോ? പ്രൊഫഷനായിട്ട് അംഗീകരിച്ചുകൊണ്ടാണല്ലോ അതിനൊരു കോഴ്സ് ഒക്കെ വന്നത്. കോഴ്സ് ആവാന് പ്രൊഫഷൻ അംഗീകരിക്കണോ? അതുപോലെ എത്തിക്സ് ഉണ്ട്. അവര് പറയാണ് രാത്രി മാത്രമേ കക്കാൻ പാടുള്ളൂ, അറിയുന്ന വീട്ടിൽ മാത്രം കക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ കുറെ എത്തിക്സ് കീപ്പ് ചെയ്യണമെങ്കിലോ? ഓക്കെ, അങ്ങനെ വന്നാൽ നമ്മൾ അംഗീകരിക്കേണ്ടി വരും ഒരു കണക്ക്. പിന്നെ ഇതിവിടെ ആക്ച്വലി സോഷ്യൽ സ്റ്റേറ്റസ് ഉള്ളൊരു പോയിന്റ് കൂടി ഉണ്ട്. അഥവാ സമൂഹത്തിൽ അതൊരു പ്രൊഫഷനായി സമൂഹം അംഗീകരിക്കണം എന്നുള്ള സാധനം കൂടിയൊക്കെ അതിലുണ്ട്. സോ എന്തായാലും ടീച്ചിങ് ഈസ് എ പ്രൊഫഷൻ ആണ്, സമൂഹം അംഗീകരിച്ചിട്ടുണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട് അല്ലെ? പിന്നെ പ്രൊഫഷൻ ആവണമെങ്കിലേ അതിൽ നിന്ന് അവർക്ക് ഒരു ഇൻകം കൂടി കിട്ടണം എന്നൊക്കെ അതിൽ പറയാറുണ്ട്. ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളതാണ്, അല്ലെങ്കിൽ ഒരു സാലറി കിട്ടുക എന്നൊക്കെ ഉള്ളതാണ്. ഇവിടെ ആക്ച്വലി ടീച്ചിങ്ങിനെ പരിചയപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ പ്രൊഫഷനിലേക്ക് പോണത്. ദ കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ് ആണ് ആക്ച്വലി. ടീച്ചിങ്ങിന്റെ ഡെഫിനിഷനും ടീച്ചിങ് എന്താണ് എന്നൊക്കെ മുന്നേ പഠിച്ചതാണ്. എങ്കിലും ഇതിൽ കുറച്ച് ഒരു ഇൻട്രോ എന്നുള്ള ആൾക്ക് ടീച്ചിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ടീച്ചിങ് ഇസ് എ പ്രൊഫഷൻ ഓഫ് ഗ്രൂപ്പ് കോൾഡ് ടീച്ചേഴ്സ്. അഥവാ ടീച്ചേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണ്, അവർ ചെയ്യുന്ന ജോലിയാണ് ടീച്ചിങ്.
the activities of group. That means teachers undertaken to help an individual to acquire knowledge, skills, attitude and values. നമുക്ക് ആക്ച്വലി നമ്മുടെ ജോലി പറഞ്ഞാൽ സ്റ്റുഡൻസിന് നോളജ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്, വാല്യൂസ് ഇതൊക്കെ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് ടീച്ചേഴ്സ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം നോളജ് അവർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സ്കിൽസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചാല് കുട്ടികൾക്ക് എന്ത് സ്കില്ലാ കിട്ടാൻ പോണേ? 10th കഴിഞ്ഞിട്ടല്ലേ വൊക്കേഷണൽ ഒക്കെ ട്രെയിനിങ് ഒക്കെ ആണ്. പക്ഷെ നമ്മളൊരു ബേസിക് എഡ്യൂക്കേഷൻ അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബേസിക് എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ തന്നെ ഒരു കുട്ടിക്ക് നോളജ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്, വാല്യൂസ് ഇതൊക്കെ കിട്ടണം. സോഷ്യൽ സ്കിൽ കിട്ടൂല്ലേ? സോഷ്യൽ സ്കിൽസ് എന്തൊക്കെ? അതൊരു കോമൺ ഇന്ററാക്ട് ചെയ്യാനും സോഷ്യൽ ഇന്ററാക്ഷനും സോഷ്യൽ ഇന്റഗ്രേഷനും. ഓക്കെ, ഇപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ആസ് എ ടീച്ചർ നമ്മൾ ഒരു കുട്ടിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം വളണ്ടറിലി നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാലഘട്ടത്തിൽ നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയോ? ശരിക്കും കേട്ടില്ല. എന്റെ വോയിസ് ബ്രേക്ക് ആവണ്ടോ? എന്റെ ഇല്ല. നമ്മള് സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു, അല്ലെങ്കിൽ +2 വരെ പഠിച്ചപ്പോ നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്തെങ്കിലും സ്കൂളിൽ, ഒരു ഉദാഹരണം കമ്മ്യൂണിക്കേഷൻ പറഞ്ഞതാണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ടീച്ചർ മനഃപൂർവ്വം നമ്മുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടോ നമ്മൾ പഠിച്ച കാലഘട്ടത്തിൽ? അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഗ്രാമർ പാർട്ട് പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷനോ? അത് ലാംഗ്വേജ് എഫിഷ്യൻസിക്കാണ് ഞാൻ ചോദിക്കണല്ല. കമ്മ്യൂണിക്കേഷൻ അതിന് ലാംഗ്വേജ് പഠിപ്പിക്കുന്നതല്ല. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അധ്യാപകര് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളോരോ ക്ലബ് ഉണ്ടാവല്ലേ സ്കൂളില്, അതിലൊക്കെ എല്ലാ കുട്ടികളും ഓരോ ക്ലബിലെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം, അംഗമായിരിക്കണം. ടീച്ചർ അങ്ങനെ എല്ലാവരും ക്ലബിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ എന്തെങ്കിലും ഒരു 4 ആൾ മുന്നിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അത്തരം എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്ന് ടീച്ചർ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ടീച്ചർ അംഗമായിരിക്കണം എന്നുള്ളൊരു ഇത് പറഞ്ഞു. ഒരു കുട്ടി ഒരു ക്ലബിലെങ്കിലും അംഗമായിരിക്കണം, ആ ഒരു നിർബന്ധം പറഞ്ഞു. ഒരു 8th സ്റ്റാൻഡേർഡ് 9th അങ്ങനെ വരും. അപ്പൊ നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറച്ച് ഇമ്പ്രൂവ് ആവും അല്ലേ? അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇമ്പ്രൂവ് ആവും. അതിന് വേണ്ട ആക്ടിവിറ്റീസ് നമുക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇമ്പ്രൂവ് ആകും. പക്ഷെ നമ്മുടെ തരോ ഇപ്പൊ നമ്മളൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളുകളാണ്. നമ്മുടെ സ്റ്റുഡൻസിന് ഈ പറഞ്ഞ പോലെ സോഷ്യൽ സ്കിൽസ് ആവട്ടെ, ഇൻഡിവിജ്വലായിട്ട് അവർക്ക് ഉണ്ടാവുന്ന സ്കിൽസ് ആവട്ടെ, ലാംഗ്വേജ് സ്കിൽസ് ആവട്ടെ, ഏതൊരു സ്കില്ലാവട്ടെ നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്ത് അതിന് വേണ്ട ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യണം. അതിന് നമ്മളൊരു സ്റ്റേജ് സെറ്റേഴ്സ് ആവണം, ഫെസിലിറ്റേറ്റേഴ്സ് ആവണം. എങ്കിലാണ് നമ്മുടെ സ്റ്റുഡൻസിന്റെ സ്കിൽ ഇമ്പ്രൂവ് ആകുള്ളൂ എന്നുള്ള ഒരു മിനിമം ബോധം ഉണ്ടാവാനാണ് ഞാൻ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞത്. ഓക്കെ, ദെൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ്. നമ്മുടെ കുട്ടികൾക്ക് സൊസൈറ്റിയോടുള്ള ആറ്റിറ്റ്യൂഡ്, മാരേജിനോടുള്ള ആറ്റിറ്റ്യൂഡ്, പാരന്റ്സിനോടുള്ള ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ മീഡിയാസിനോടുള്ള ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ടെക്നോളജിയോടുള്ള ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള കുറെ വസ്തുതകളിലേക്ക് കൃത്യമായ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ആസ് എ ടീച്ചർ എന്നുള്ളത് നമുക്കുണ്ട് എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കുട്ടികളില് ഇപ്പൊ സൊസൈറ്റി അല്ലെങ്കിൽ ഓൾഡ് ഏജ് ആയുള്ള ആളുകൾ, അവരോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ആസ് എ ടീച്ചർ നമുക്ക് ചെയ്യാവുന്ന ഒരു 3 പ്രവർത്തനങ്ങൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കൊടുത്തിട്ട്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഇനിയുണ്ടോ? ഓക്കെ, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, we can experience our share with we can share our experiences with the elders. അതേപോലെ തന്നെ we can say stories of
നമുക്ക് ഇത്തരത്തിൽ തീംസ് വരുന്ന സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കുട്ടികൾക്ക് ചെറിയ ചെറിയ ടാസ്കുകൾ കൊടുക്കാൻ പറ്റും. ഓക്കെ, നാളെ വരുമ്പോൾ മുതിർന്ന ആളുകളോട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വരണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ചെറിയ ചെറിയ ടാസ്ക് ആക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ അവരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ വാല്യൂസോ ഒക്കെ അവരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആസ് എ ടീച്ചർ നമുക്ക് അറിയണം എന്തൊക്കെ നോളജുകൾക്ക് ഉണ്ടാവണം, എന്തൊക്കെ സ്കിൽസ് കുട്ടികൾക്ക് ഉണ്ടാവണം, നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് എന്തൊക്കെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, എന്തൊക്കെ വാല്യൂസ് ഉണ്ടാവണം എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഇന്നോട് എന്ന പോലെ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇത്രയും സ്കിൽസ് ഉണ്ടാവണം, ഇത്ര ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, ഇന്ന വാല്യൂസ് ഉണ്ടാവണം എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ടോ? നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഉമീന ഉണ്ടോ? ഇല്ല സർ. അപ്പൊ അത് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, അതിനെ കുറിച്ച് ചിന്തിക്കണം. എന്നിട്ട് എന്തൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും, നമ്മുടെ സംസാരത്തിൽ നിന്ന് എങ്ങനെ അവർക്ക് കിട്ടും, നമ്മുടെ പ്രവർത്തനത്തിൽ എങ്ങനെ കിട്ടും എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ ഇൻട്രോ. ഓക്കെ, ഇനി ബി.ഒ. സ്മിത്ത് ടീച്ചിങ് ഡിഫൈൻ ചെയ്തത് സിസ്റ്റം ഓഫ് ആക്ഷൻസ് ഇന്റൻഡഡ് ടു പ്രൊഡ്യൂസ് ലേണിംഗ്. അഥവാ ലേണിംഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയ ഒരു ആക്ഷൻ ആണ് ടീച്ചിങ് എന്ന് പറഞ്ഞാലാണ് ബി.ഒ. സ്മിത്ത് പറഞ്ഞത്. ദെൻ ക്ലാർക്കിന്റെ ഡെഫിനിഷനിൽ ടീച്ചിങ് ആസ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഡിസൈൻ ആൻഡ് പെർഫോംഡ് ടു പ്രൊഡ്യൂസ് ചേഞ്ച് ഇൻ സ്റ്റുഡൻസ് ബിഹേവിയർ. കുട്ടിന്റെ ബിഹേവിയറിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന, നമ്മൾ പെർഫോം ചെയ്യുന്ന ആക്ടിവിറ്റികളാണ് ടീച്ചിങ് എന്നാണ് ക്ലാർക്ക് പറഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ H.C. മോറിസൺ പറഞ്ഞത് ടീച്ചിങ് ഈസ് ആൻ ഇന്റിമേറ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ എ മോർ മെച്യൂർ പേഴ്സണാലിറ്റി ആൻഡ് ലെസ് മെച്യൂർ വൺ വിച്ച് ഈസ് ഡിസൈൻ ടു ഫർദർ ദ എഡ്യൂക്കേഷൻ ഓഫ് ദ ലാറ്റർ. അഥവാ ടീച്ചർ എന്ന് പറയണ മോർ മെച്യൂർഡ് ആയ ഒരു പേഴ്സണും സ്റ്റുഡന്റ് എന്ന് പറയണ ലെസ് മെച്യൂർഡ് ആയ പേഴ്സണും തമ്മിലുള്ള ഒരു ഇന്റിമേറ്റ് കോണ്ടാക്ട് ആണ് ടീച്ചിങ്. അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കുട്ടിന്റെ ഫർദർ എഡ്യൂക്കേഷന് വേണ്ടിയാണ് എന്നുള്ളതാണ് H.C. മോറിസൺ പറഞ്ഞു വെച്ച ഒരു ഡെഫിനിഷൻ. സോ ഇതൊരു കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ് എന്നുള്ള സംഭവമാണെങ്കിലും സം ഡെഫിനിഷൻസ് ആർ ദർ ഓഫ് ടീച്ചിങ്. ഇനി നമുക്ക് നാച്ചുറൽ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് ആണ്. ഇതിൽ ഞാൻ കുറച്ച് ടേംസ് ബോൾഡ് ചെയ്തിട്ടുണ്ട്. ആ ബോൾഡ് ചെയ്ത ടേംസ് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പോകാം. ടീച്ചിങ് ഈസ് എ കോംപ്ലക്സ് സോഷ്യൽ പ്രോസസ്. ടീച്ചിങ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രോസസ് അല്ല. ടീച്ചിങ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്, സയന്റിഫിക് ആണ്, അതിന്റെ കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. ഓക്കെ, രണ്ട്, ഇറ്റ് ഇസ് എൻ ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. അല്ലെങ്കിൽ ടീച്ചിങ് ഈസ് എൻ ആർട്ട്. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു കലയാണ്. ചില ആളുകളില്ലേ, നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ അധ്യാപകരെ ഓർത്തെടുക്കാൻ പറ്റും. ഞാനൊരു ഹിന്റ് പറയാണ്, ആൾക്ക് ഭയങ്കര കണ്ടന്റ് നോളജ് ആണ്. ഏത് സബ്ജക്റ്റിൽ ചോദിച്ചാലും, ദാറ്റ് മീൻസ് അദ്ദേഹത്തിന്റെ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ആ ടീച്ചറുടെ സബ്ജക്റ്റിൽ എന്ത് ചോദിച്ചാലും ഡൗട്ട് വെച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ ക്ലാസ് എടുത്താലായിട്ട് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ക്ലാസ് മാനേജ്മെന്റ് അത്ര പോരാ. ആളെ അടിപൊളിയായി ക്ലാസ് എടുക്കും, നല്ല നോളജ് ഉണ്ട്, പക്ഷേ ക്ലാസ് എടുത്ത കുട്ടിക്ക് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് ക്ലാസ് മാനേജ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇങ്ങനെ ഏതെങ്കിലും അധ്യാപകരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഇനി ഇങ്ങനെയും കാണാം. എങ്ങനെ അറിയോ? ചിലപ്പോ വലിയ കണ്ടന്റ് നോളജ് ഒന്നും ഇല്ല, പക്ഷെ ചെറിയ ഉള്ള അറിവ് വെച്ചിട്ട് മാക്സിമം അത് എക്സ്പ്രസ് ചെയ്ത് കുട്ടികളെ പിടിച്ചെത്തുന്ന അധ്യാപകരുണ്ടാവും. കാരണം അവർക്ക് നോളജ് കുറവാണെങ്കിലും ഇതിന്റെ ഒരു സ്കിൽ ഉണ്ട് എന്നുള്ളതാണ്, ഇതിന്റെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എന്നുള്ളതാണ് ആക്ച്വലി. സോ ടീച്ചിങ് ഈസ് എൻ ആർട്ട്, ടീച്ചിങ് ഈസ് എ പ്രൊഫഷണൽ ആക്ടിവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടീച്ചിങ്ങിന് എന്തുണ്ട്, കൃത്യമായ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അതിന് സാലറി ഉണ്ട്, സോഷ്യൽ സ്റ്റേറ്റസ് ഉണ്ട്, റൂൾസ് ആൻഡ് നോംസ് ഉണ്ട്, ആൻഡ് അത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ആൻഡ് ആക്ടിവിറ്റീസ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ലേൺ. കുട്ടികളെ പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഔട്ട്കം ഓഫ് ടീച്ചേഴ്സ് എഫേർട്സ്. ടീച്ചിങ് എന്ന് പറയുന്നത് ടീച്ചറുടെ എഫേർട്ടിന്റെ റിസൾട്ട് ആണ് എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ ടീച്ചിങ് ഈസ് എൻ ഓർഗനൈസ്ഡ് സിസ്റ്റം. കൃത്യമായ ഒരു ഓർഗനൈസേഷനോട് കൂടി നടക്കുന്ന ഒരു സിസ്റ്റമാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓഫ് ടീച്ചേഴ്സ് ക്ലാസ് റൂം ആക്ഷൻസ് ആണ്. ക്ലാസ് റൂമിൽ ടീച്ചർ കടന്നു വരുന്നത് മുതൽ തിരിച്ചിറങ്ങുന്നത് വരെയുള്ള ഓരോ സെക്കൻഡുകളും പ്ലാൻ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയി ഓർഗനൈസ് ചെയ്ത സംഭവമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് വേരിയസ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദ പ്രസന്റേഷൻ ഓഫ് ദ സബ്ജക്ട് കോണ്ടന്റ് ആൻഡ് സ്റ്റുഡന്റ് ബിഹേവിയർ ടേക്ക് വേരിയസ് ഫോംസ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ടീച്ചേഴ്സ് ടീച്ചിങ്. ടീച്ചറുടെ സബ്ജക്റ്റിന്റെ പ്രസന്റേഷൻ ആവട്ടെ, സ്റ്റുഡന്റിന്റെ ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നതാവട്ടെ,
ടീച്ചർ ക്ലാസ് റൂമിൽ നടത്താൻ പോകുന്ന ഓരോ പ്രോസസ്സും വെൽ ഓർഗനൈസർ ആയിരിക്കണം, വെൽ പ്ലാൻഡ് ആയിരിക്കണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ടീച്ചറുടെ ക്ലാസ്സിലെ ഓരോ പ്രവർത്തനങ്ങളും സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഈ ലെസൺ പ്ലാനും ഉണ്ട്, പെഡഗോജി ഉണ്ട് അല്ലെ? രണ്ടും കേട്ടിട്ടില്ലേ? എന്താണ് തമ്മിൽ വ്യത്യാസം അറിയോ? പെഡഗോജിന്റെ ഫുൾ നെയിം അറിയോ? പെഡഗോജി എന്തിനാന്നറിയോ? പെഡഗോജി എന്താണെന്നറിയോ? പെഡഗോജി മീൻസ് പഠിപ്പിക്കുന്ന രീതിനെയല്ലേ ഒരു സബ്ജക്ട്? അതിനെ കോമൺ ആയിട്ട് പറയണതാണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. ആണ് കുറച്ചുകൂടി സ്പെസിഫിക് ആയി പറയാൻ പറ്റുമോ? പെഡഗോജിന്റെ ഫുൾ നെയിം പെഡഗോജിക് അനാലിസിസ് എന്നാണ്. ഇറ്റ് ഈസ് ദ ഹോളിസ്റ്റിക് വ്യൂ ഓഫ് എ യൂണിറ്റ് ആണ്. ടീച്ചിങ് മാനുവൽ അല്ലെങ്കിൽ ലെസൺ പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മൈക്രോ പ്ലാനിങ് ആണ്. ടു പീരീഡ് ആണ്. ഒരു 45 മിനിറ്റുള്ള പീരീഡിലേക്ക് ടീച്ചിങ്ങിനെ പ്ലാൻ ചെയ്യുന്നതാണ് ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. പെഡഗോജിക് അനാലിസിസ് ഒരു യൂണിറ്റിനെ മൊത്തമായി നമ്മൾ ഒരു ഹോളിസ്റ്റിക് പ്ലാൻ തയ്യാറാക്കുന്നതാണ് പെഡഗോജിക് അനാലിസിസ്. അതിൽ ഉണ്ടാവും ഓരോ യൂണിറ്റും അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററും എങ്ങനെയാണ് ടീച്ച് ചെയ്യേണ്ടത്, ടീച്ചിങ് മെത്തേഡ്സ്, ടീച്ചിങ് ടെക്നിക്ക്, ടീച്ചിങ് അപ്രോച്ച്, അതിന്റെ സ്ട്രാറ്റജി, അതൊക്കെ പെഡഗോജിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ടീച്ചിങ് ഈസ് ആൻ ഓർഗനൈസ്ഡ് സിസ്റ്റം. അതാണ് ഇത്തെ പോയിന്റ്. Then teach is amenable for scientific observation and analysis. അഥവാ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ സയന്റിഫിക് ഒബ്സർവേഷനും അനാലിസിസും അടങ്ങിയിട്ടുള്ള അത് ഉൾക്കൊള്ളുന്ന ഒന്നാണ്. By observing teacher activities and student teacher interaction, the quality of teaching can be judged. കഴിഞ്ഞ ദിവസം നമ്മൾ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ടീച്ചറുടെ ടീച്ചിങ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ക്ലാസ് റൂം അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ അത് ഒബ്സർവ് ചെയ്താലേ നമുക്ക് ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ജഡ്ജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ടീച്ചറുടെ ആ ഒരു ക്ലാസ് റൂം ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ക്വാളിറ്റി ഓഫ് ടീച്ചിങ് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. ദ നാച്ചുറൽ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് ആണ്. ഇതിൽ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വരും, അല്ലാത്ത കുറച്ച് പോയിന്റ്സും അവിടെ വരും. ഓക്കെ, സോ ഇൻ ടീച്ചിങ് ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഓക്യുപ്പൈ എ പ്രൈമറി പ്ലേസ്. അപ്പൊ ടീച്ചറുടെ കമ്മ്യൂണിക്കേഷന് പ്രധാനപ്പെട്ട റോൾ ഉണ്ട് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ടീച്ചിങ് ഈസ് മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ ലിംഗ്വിസ്റ്റിക് പ്രോസസ്സാണ്. ലാംഗ്വേജ് പരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ. കാരണം ടീച്ചറുടെ കയ്യിലുള്ള ഭാഷ ഉപയോഗിച്ച് കോണ്ടന്റിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കുട്ടികളുടെ ഒരു ലാംഗ്വേജിലേക്ക് അവരുടെ മൈൻഡിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പ്രവർത്തനമാണല്ലോ ടീച്ചിങ് എന്ന് പറയുന്നത്. സോ ഇൻ പ്രൊവൈഡിങ് ദ സബ്ജക്ട് കോണ്ടന്റ് ഇൻ ദ ക്ലാസ് റൂം, ടീച്ചേഴ്സ് ലാംഗ്വേജ് ഫ്ലുവൻസി മാറ്റേഴ്സ് മോർ. സോ ടീച്ചേഴ്സ് ലാംഗ്വേജ് ഫ്ലുവൻസി ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ടീച്ചിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട നാച്ചുറൽ ആണ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ടീച്ചറുടെ ലാംഗ്വേജ് സ്കില്ല് എന്ന് പറയുന്നത്. ഇതിന്റെ ബാക്കിയാണ് കേട്ടോ, നാച്ചുറൽ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്ങിന്റെ ബാക്കിയാണ്. ഇതിൽ ഏകദേശം ഒരു 13 നാച്ചുറൽ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ പറഞ്ഞ കോംപ്ലക്സ് ആണ് 6 ഇങ്ങനെ, ഇതിൽ 6 പറഞ്ഞത്, ഇതിൽ 7ാമത്തെ ഇപ്പുറത്തുള്ളത് 7ാമത്തെയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ടീച്ചറുടെ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയണേ. ഈ ടീച്ചറുടെ ലാംഗ്വേജ് ഉദ്ദേശിക്കുന്നത് ടീച്ചർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാകണം എന്നാണോ? അതല്ല, ടീച്ചർ ഇപ്പൊ മലയാളം മീഡിയം ക്ലാസ് റൂമിൽ ടീച്ചറുടെ മലയാളവും ഈ ലാംഗ്വേജിൽ പെടുമോ? കേൾക്കില്ലേ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഇവിടെ ലാംഗ്വേജ് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് റൂമിലാണെങ്കിൽ ടീച്ചറുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, മലയാളം മീഡിയം ക്ലാസ് റൂമിലാണെങ്കിൽ ടീച്ചറുടെ മലയാളം ലാംഗ്വേജ്. ഈ മലയാളം ലാംഗ്വേജിലുള്ള ഫ്ലുവൻസി എന്ന് പറയുന്നത് ഇപ്പൊ ഏത് ലാംഗ്വേജിലാവട്ടെ ഫ്ലുവൻസി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൽ ഫ്ലുവൻസി മാത്രമല്ല, ടീച്ചറുടെ ലാംഗ്വേജിന്റെ ക്വാളിറ്റി, ടീച്ചറുടെ ഇപ്പം നമുക്ക് ഈ കൊളോക്കിയൽ എക്സ്പ്രഷൻസ്, കൊളോക്കിയൽ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. അതൊക്കെ ക്ലാസ് റൂമിൽ ഒഴിവാക്കി ഒരു ഫോർമൽ ലാംഗ്വേജ് ടീച്ചർക്ക് ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ളതാണ് അതിന്റെ ഒരു ക്വാളിറ്റി വരിക. ഓക്കെ, 8 ടീച്ചിങ് ഈസ് ആൻ ഇന്ററാക്റ്റീവ് പ്രോസസ് ആണ്. അഥവാ ഇന്ററാക്ഷൻ നടക്കണം, അവിടെ 2-വേ ഇന്ററാക്ഷൻ അവിടെ നടക്കണം അല്ലെ. ഒരു ഫേസ് ടു ഫേസ് എൻകൗണ്ടർ ആണത്, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആണ് ആക്ച്വലി ടീച്ചിങ് എന്ന് പറഞ്ഞാല്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് സ്കില്ല് ഒരു ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അതിനു വേണ്ടി നമുക്കിപ്പോൾ ഒരു ടീച്ചർ സംസാരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് 50 കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ
50 കുട്ടികളെയും ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ടീച്ചർക്ക് സാധ്യമാകണം. ഒരു ഐ കോണ്ടാക്ട് വളരെ കൃത്യമായി കീപ്പ് ചെയ്യാനും ടീച്ചർക്ക് പറ്റണം. അതേപോലെ തന്നെ എന്താ പറയാ, അവരുമായിട്ടുള്ള ആ ഇന്ററാക്ഷന് അല്ലെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എല്ലാ സമയത്തും ഇവിടെ ആക്ച്വലി നമ്മുടെ ചലഞ്ച് എന്ന് വെച്ചാലേ 50 കുട്ടികളുണ്ടെങ്കിൽ 50 കുട്ടികൾക്ക് തോന്നണം ടീച്ചർ എന്നെ പരിഗണിച്ച് എന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നുണ്ട് ഫീൽ ചെയ്യണം. ഞാൻ നാളെ ഒരു ടിപ്പൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എൻ്റെ ഒരു ഓർമ്മ. ഒരു വലിയ ക്ലാസ് റൂം ആണെങ്കിലും ചെറിയ ക്ലാസ് റൂം ആണെങ്കിലും എങ്ങനെയാണ് നമ്മൾ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക എന്നുള്ളൊരു ടിപ്സ് ഒക്കെ പറഞ്ഞിരുന്നത് എൻ്റെ ഒരു ഓർമ്മ. പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ടോ? എന്റെ വോയിസ് കേൾക്കുന്നുണ്ടോ? പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ലെങ്കിൽ ഓർമ്മയില്ല. എന്തെങ്കിലും ആൻസർ പറയണം അല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു 10 കുട്ടികളാണെങ്കിൽ അവരെ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഒരു 50 കുട്ടികളുണ്ടെങ്കിൽ അവരായിട്ട് എങ്ങനെ നമ്മൾ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യും? ദാറ്റ് മീൻസ് ഈ എല്ലാ കുട്ടികൾക്കും ഫീൽ ചെയ്യണം ടീച്ചർ എന്നെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ ഭാഗത്തേക്കും ശ്രദ്ധിക്കുന്നുണ്ട് ഫീൽ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാം? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കുറച്ച് ടൈം ഒരു സൈഡ് നോക്കുക, കുറച്ച് ടൈം നെക്സ്റ്റ് സൈഡ് നോക്കുക, അല്ലെങ്കിൽ ഓരോ എഡ്ജ് വെച്ച് നോക്കുക. ഓക്കെ, അതായത് അതൊക്കെ മുന്നേ ടീച്ചിങ് ലേണിംഗിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫസ്റ്റിൽ അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഞാൻ ഒന്ന് പറയാം. നമ്മുടെ ക്ലാസ് റൂമിനെ 4ആയി വിഭജിക്കുക എന്നുള്ളതാണ്. അഥവാ ഇടത് സൈഡിൽ മുന്നില്, ഇടത് സൈഡിൽ ബാക്കില്, വലത് സൈഡിൽ മുന്നില്, വലത് സൈഡിൽ ബാക്കില്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബോക്സ് അല്ലെങ്കിൽ 4 കട്ടകൾ പോലെ നമ്മളെ മൈൻഡിൽ ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ ഒരു പോയിന്റ് വലത് സൈഡിൽ മുന്നിൽ പറഞ്ഞാല് അടുത്ത പോയിന്റ് ഇടത് സൈഡിൽ ബാക്കിൽ പറയാം. പിന്നെ അടുത്ത പോയിന്റ് ഇടത് സൈഡിൽ തന്നെ മുന്നിൽ പറഞ്ഞാല് പിന്നത്തെ പോയിന്റ് വലത് സൈഡ് ബാക്കിൽ പറയാം. അങ്ങനെ ഈ ഒരു 4 ത്രികോണട്ട പോലെ ഇങ്ങനെ അങ്ങോട്ട് നമ്മളിങ്ങനെ ശരിക്കും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് കുട്ടികൾക്ക് എല്ലാവർക്കും തോന്നും ടീച്ചർ എന്റെ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്, എന്നെയും കൂടി പരിഗണിക്കുന്നുണ്ട് എന്ന് തോന്നും. ഓക്കെ, അതായത് ഒരു സിമ്പിൾ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ നമുക്ക് ഏറ്റവും മുന്നിൽ ഏറ്റവും ബാക്കത്തെ ആള്, അല്ലെങ്കിൽ ഈ ഏറ്റവും കോർണറത്തെ ആള്, ഈ ഏറ്റവും കോർണറത്തെ ആള്, അങ്ങനെ 4 കോർണറുള്ള ആളുകളുടെ ഇടയ്ക്കൊക്കെ ഓരോ ഇങ്ങനെ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പേരൊക്കെ വിളിച്ചാലും ആ ഒരു ഭാഗത്ത് ഇങ്ങനെ കവർ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, ചില ആളുകളുണ്ടല്ലോ ഒരു സൈഡിക്ക് മാത്രം പിന്നെ ചെരിഞ്ഞ് ക്ലാസ് എടുക്കും. ഇനി അങ്ങനെ ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ കുട്ടികൾ നമ്മൾ ചെല്ലുമ്പോഴേ ഈ ഇടത് ഭാഗത്ത് ഒരു 30 കുട്ടികൾ ഇരിക്കുന്നുണ്ടാവും, വലത് ഭാഗത്ത് 20 കുട്ടികൾ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് ബാലൻസ് ചെയ്യണം. 2 സൈഡിലും ഈക്വൽ സ്റ്റുഡൻസ് ഇരുത്തണം. 1. 2, ഇടത് ഭാഗത്ത് ഫുൾ ആൺകുട്ടികളും വലത് ഭാഗത്ത് ഫുൾ പെൺകുട്ടികളും ഇരിക്കണം. അപ്പൊ ആൺകുട്ടികൾ ചിലപ്പോൾ ക്ലാസ്സിൽ ഉറക്കെ വിളിച്ച് സംസാരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ക്ലാസ്സിൽ അലമ്പുണ്ടാക്കുന്നവരുണ്ടാവും. പെൺകുട്ടികൾ വലത് ഭാഗത്ത് ഇങ്ങനെ മുണ്ടാതിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞ ക്ലാസ്സുകളുടെ സാധ്യത ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് ക്ലാസ്സിൽ പറ്റുകയാണെങ്കിൽ 50-50 ആൺകുട്ടികളും പെൺകുട്ടികളും ആക്കണതോ, അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനെ നമുക്ക് റിപ്ലൈ തരുന്ന ആളുകളെ 2 സൈഡിലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയോ ചെയ്താൽ നമ്മൾ ബയാസ്ഡ് ആയി പോകാതാക്കാൻ അത് സഹായിക്കും. ഒരു ഭാഗത്തേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ക്ലാസ് എടുക്കാതിരിക്കാൻ വേണ്ടി അത് നമ്മളെ സഹായിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ടെക്നിക്സ് ഉപയോഗിക്കാം. 9, ടീച്ചിങ് ഹാസ് എ ഡിഫറെന്റ് ഫോംസ് ആൻഡ് സ്റ്റൈൽസ് ആണ്. അപ്പോൾ ടീച്ചിങ്ങിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോംസ് ഉണ്ട് അല്ലെങ്കിൽ സ്റ്റൈലുകൾ ഉണ്ടെന്നാണ്. അതുപോലെ തന്നെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ടീച്ചിങ് അവിടെ ഉണ്ട്, അത് വലിയ പോയിന്റിൽ പറയുന്നുണ്ട്. സോ ഡിഫറെന്റ് സ്റ്റൈൽസ് ആയിട്ട് കണ്ടീഷനിങ്, ട്രെയിനിങ്, ഇൻസ്ട്രക്ടിങ്, ഡോക്ടറിനേറ്റിംഗ് എന്നൊക്കെയുള്ള കുറച്ച് ഇൻഡോക്ടറിനേറ്റിംഗ് എന്നുള്ള കുറച്ച് ടേംസ് ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഇനി വരുന്നുണ്ട്, ടീച്ചിങ് സ്റ്റൈൽസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ആ സമയത്തുകൂടി പറഞ്ഞുതരാം. ദെൻ ടീച്ചിങ് മേ ബി കോൾഡ് ആസ് തെറപ്പി ഫോർ ലേണേഴ്സ്. കുട്ടികൾക്കുള്ള ഒരു തെറപ്പിയാണ് ആക്ച്വലി. കുട്ടികൾക്ക് മാനസികമായോ ശാരീരികമായോ ഒക്കെ പല പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നോളജ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതിനുള്ള തെറപ്പിയാണ്, അതിനുള്ള ഗൈഡൻസ് ആണ്, അതിനുള്ള കൗൺസിലിംഗ് ആണ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ. സോ ടീച്ചർ ഈസ് എ കൗൺസിലർ എന്ന് കൂടി പറയേണ്ടി വരും. ടീച്ചിങ് ഇൻക്ലൂഡ് 3 ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. ടീച്ചിങ്ങിൽ പ്രധാനമായിട്ട് 3 ഫങ്ഷൻസ് പറയുന്നുണ്ട്. ഇത് ഇങ്ങനെ വലിയ സംഭവം പറയണമെന്നല്ല. ടെല്ലിംഗ്, ലിസണിങ് ആൻഡ് ഷോയിങ്. അഥവാ ടീച്ചർ സംസാരിക്കുന്നു, ടീച്ചർ കേൾക്കുന്നു, അവിടെ എന്തെങ്കിലും ഷോ ചെയ്യുന്നു. ഷോ ചെയ്യാന്നാണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുക, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, ടീച്ചർ ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് 12ാമത്തെ പോയിന്റ് ഫീഡ്ബാക്ക് ആണ്. ഫീഡ്ബാക്ക്, പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് ആൻഡ് ഗെറ്റിംഗ് ഫീഡ്ബാക്ക് ഈസ് വെരി നെസസറി. ടീച്ചർക്ക് ഫീഡ്ബാക്ക് ഇങ്ങോട്ട് കിട്ടുക, കുട്ടികൾക്ക് ഫീഡ്ബാക്ക് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് വെരി നെസസറി ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്, വെരി ക്രൂഷ്യൽ ആണ്. അതുപോലെ തന്നെ
സ്പെഷ്യലൈസ്ഡ് ടാസ്ക് കംപ്രൈസിങ് ഡിഫറെന്റ് ടീച്ചിങ് സ്കിൽസ്. കുട്ടികൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ടാസ്കുകൾ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതും ടീച്ചിങ്ങിന്റെ ഒരു നാച്ചുറാണ്, അതല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ ഇതിൽ 13 പോയിന്റ്സ് ഇതിൽ വന്നിട്ടുണ്ട്. അതിൽ 10 കിട്ടുമോ എന്നുള്ളത് നോക്കണം, നല്ലതാണ്. ഇനി കോമിസാർ അനലൈസ്ഡ് ടീച്ചിങ് ആൻഡ് ഹാഡ് ഐഡന്റിഫൈഡ് 10 ഡിഫറെന്റ് സ്കിൽസ് ഇൻവോൾവ്. അപ്പോൾ സ്കിൽസ് ഇൻവോൾവ്ഡ് ഇൻ ടീച്ചിങ് ആണ്. 10 സ്കില്ലുകൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എന്തില്ല, എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, ജസ്റ്റ് ഈ സ്കില്ലുകൾ ഇങ്ങനെ നോക്കാനേ ഉള്ളൂ. ഒന്ന് ഇൻട്രൊഡ്യൂസിങ് ദ ലെസൺ ആണ്, അഥവാ ഒരു ലെസണെ, ഒരു ടോപ്പിക്കിനെ സ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്കില്ല്, സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ എന്നാണ് അതിന് പറയാ. ഓക്കെ, ഇത് ഞാൻ ചിലപ്പോ ഏതെങ്കിലും സമയത്ത് പണ്ട് ഒരു സ്റ്റോറി പറഞ്ഞോ, ഒരു കുട്ടി ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ അവിടെ ഒരു കാക്കന്റെ പോയം പഠിപ്പിക്കാൻ പെട്ടപാട്. അപ്പൊ അതേപോലെ നമുക്ക് ഒരു ഇത് തരുക സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാല് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കുട്ടിന്റെ ലോകത്തേക്ക്. നമ്മൾ ചെല്ലുമ്പോൾ കുട്ടികൾ തമ്മിൽ സംസാരിക്കുക, ചിലപ്പോൾ രണ്ടുപേരും തമ്മിൽ തല്ലൂടി ഇരിക്കുക, ചിലപ്പോൾ വീട്ടിലുണ്ടായ ഇന്നലത്തെ ടൂർ പോയ കഥ പറയുക, അങ്ങനെ എന്തെങ്കിലും കുട്ടികളുടെ ലോകത്തേക്ക്. സോ നമുക്ക് പഠിപ്പിക്കാനുള്ളത് ഒരു കോണ്ടന്റ് ആണ്. അപ്പൊ ഈ കുട്ടികളുടെ ലോകത്ത് നിന്ന് ബ്രിങ്ങിങ് ദ സ്റ്റുഡൻസ് ടു അവർ ടോപ്പിക്, ദാറ്റ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ. അഥവാ കുട്ടികളുടെ പല വ്യത്യസ്തമായ ചിന്തകളിൽ നിന്ന് നമ്മുടെ ടോപ്പിക്കിലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടി ടീച്ചർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിന് കർട്ടൻ റൈസർ, ഡോർവേ, ഇൻട്രൊഡക്ഷൻ, ഇങ്ങനെയൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകളുണ്ട്. ഓക്കെ, ദ കർട്ടൻ റൈസർ, ദ ഡോർവേ, ദ ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പേരുകൾ അതിന് ഉണ്ട്. അപ്പൊ അതൊരു നമ്മളിപ്പോ ഒരു 45 മിനിറ്റ് ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ ഇൻട്രൊഡ്യൂസിങ് ദ ലെസൺ എന്നുള്ള ആ ഒരു സ്കില്ലിന്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിന് എത്ര സമയം എടുക്കാം? ഹലോ, 10 minutes. ഒരു ആവറേജ് 10 മിനിറ്റ്സ് ആണ്. ഈ 10 മിനിറ്റ്സ് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു യൂണിറ്റിന് തുടക്കത്തിലൊക്കെ ആണെങ്കിലാണ് 10 മിനിറ്റ്സ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ചെറിയ ക്ലാസ്സിലാണെങ്കിൽ 20 മിനിറ്റ്സ് വരെയൊക്കെ പോകും. ഒരു ഹൈസ്കൂൾ അങ്ങോട്ടൊക്കെ ആകുമ്പോൾ 10 മിനിറ്റ്സ് ഒക്കെ മതി. അപ്പൊ അത് ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ അത് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ വരുന്ന ക്ലാസ്സിൽ നമുക്ക് മാക്സിമം 5 മിനിറ്റ്സ് ഒക്കെ അതിന് പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം, അവർ നമ്മുടെ ടോപ്പിക്കിലേക്ക് എത്തണം. ഓക്കെ, ഇതെന്റെ ഡെമോൺസ്ട്രേഷൻ ആണ്. ഓക്കെ, കേൾക്കുന്നില്ലേ? ഒരു കോൾ വന്നിരുന്നു, കേൾക്കണില്ലേ? കേൾക്കുന്നുണ്ട് സർ. അപ്പൊ ടീച്ചറുടെ സ്കില്ലിൽ പെട്ട രണ്ടാമത്തതാണ് ഡെമോൺസ്ട്രേഷൻ എന്നുള്ളത്. നമ്മൾ സാധാരണ ചില ടീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, എന്നിട്ട് പറയും അത് നിങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ പറയും. സോ ടീച്ചർ ഹാസ് ടു ഡെമോൺസ്ട്രേറ്റ് ദ തിങ് എന്നൊക്കെയാണ്. എന്ത് നമ്മൾ പറയുകയാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്തു കൊടുക്കണം. അപ്പൊ നമ്മൾ പറയണേ നിങ്ങളൊരു പാട്ടുമൊക്കെ പാടിക്കാണേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പാട്ട് പാടി കൊടുക്കണം. കുട്ടിയോട് പറയുകയാണെങ്കിൽ ഒരു ഡാൻസ് കളിച്ചാലോ, ടീച്ചർ ഷുഡ് ബി എ ഡാൻസർ, ടീച്ചർ ഷുഡ് ബി എ സിംഗർ. കഥ പറയണമെങ്കിലോ, ടീച്ചർ ഷുഡ് ടെൽ ദ സ്റ്റോറി ഫസ്റ്റ്. അങ്ങനെ ടീച്ചർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന് ഉത്തരവാദിത്തമുള്ള ഒരാളാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മൾട്ടി ഫീച്ചേഴ്സ് ആൻഡ് മൾട്ടി ടാലന്റഡ് ആവണം. മൾട്ടി ടാലന്റഡ് അല്ലെങ്കിൽ നമ്മുടെ ടാലൻസ് നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. 1. 2, ഇപ്പൊ ഒരാൾക്ക് പാട്ട് പാടാനുള്ള സ്കില്ലില്ല. അപ്പൊ മുബീനാൻ ഇന്ത്യൻ പോലെ എല്ലാവർക്കും പാട്ട് പാടാനൊന്നും കഴിഞ്ഞോണമെന്നില്ല, ഫാത്തിമാന്റെയും പോലെ. അപ്പൊ എന്ത് ചെയ്യും, എനിക്ക് പാട്ട് പാടാൻ സ്കില്ലില്ല സങ്കല്പിക്കുക, എന്നാൽ എനിക്ക് പാട്ട് പാടല് എന്റെ ക്ലാസ് നിർബന്ധമാണ്, അല്ലെങ്കിൽ അത് ചെയ്യണല്ലോ. അപ്പൊ എന്ത് ചെയ്യും, പാടാനുള്ള സ്കില്ലില്ല, കോൺഫിഡൻസ് ഇല്ല, എന്ത് ചെയ്യും? സ്കില്ലൊന്നും വേണമെന്നില്ല, ഇപ്പൊ അങ്ങ് പാടാനല്ലേ. എന്താ ചെന്ന് പാടിക്കാം? എനിക്ക് സ്കില്ലില്ല സർ, സാറ് പാടിക്കാം. നല്ലോ പാടുന്ന ഒരു കുട്ടീനെ വിളിച്ചിട്ട് പാടുന്ന കുട്ടീനെ വിളിപ്പിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് നല്ലോണം പാടുന്ന കുട്ടികളെ അറിയിക്കലോ. നമുക്ക് ഉള്ള മറ്റൊരു സ്കില്ല് യൂസ് ചെയ്യാം. എന്താ? പാട്ട് പാടാൻ വേണ്ടി മറ്റൊരു സ്കില്ലോ? പാട്ട് പാടി തന്നെ ചെയ്യണം എന്നില്ലല്ലോ. ഉണ്ട്, പാട്ട് പാടാൻ നിർബന്ധമാണ്. ഒന്നിച്ച് പാടാന്ന് പറയും. ഒന്നിച്ച് പാടുമ്പോ നമ്മളെ പാട്ടാ കുട്ടിയൊക്കെ അറിയോ? അപ്പൊ നമുക്കേ
ഇപ്പൊ ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു യൂണിറ്റി എന്ന് പഠിപ്പിക്കണം. നമ്മളൊരു കവിത അല്ലെങ്കിൽ പാട്ട് പാടിയാണ് ആ യൂണിറ്റി എന്നുള്ള തീം പഠിപ്പിക്കേണ്ടതെന്ന് ടീച്ചർ നമ്മുടെ ഹാൻഡ് ബുക്കിലുണ്ട്. പാടൽ നിർബന്ധമാണ്. എന്ത് ചെയ്യും? നമുക്ക് പാടാൻ അറിയില്ല. യെസ്, അതാണ് പോയിന്റ്. അഥവാ നമുക്കൊരു സ്കില്ലില്ലെങ്കിൽ ആ സ്കില്ല് കുട്ടികൾക്ക് മിസ്സാകാൻ പാടില്ല. അപ്പൊ അതിനു വേണ്ടി സപ്പോർട്ടിങ് എയ്ഡ്സ്, ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന്റെ ആൻസർ. ആരാണ് ആ പോയിന്റ് പറഞ്ഞത്? ഈ നസീ എന്ന് വരെ തുടങ്ങുന്ന ആൾക്കാർ മുഴുവൻ അടിപൊളി ആൾക്കാരാണ്. നമ്മൾ തമ്മിൽ ആകെ ഒരു BA കുറവുള്ളൂ അല്ലെ? എനിക്കൊരു BA കുറവാണുള്ളത്. നസീബാക്ക് ഒരു F കുറവുണ്ട്. അപ്പം പിന്നെ അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, 3 കമ്പയറിംഗ് ആണ്. പിന്നെ അറിയുന്നുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. 4 ഡിഫൈൻ. നമ്മുടെ ടീച്ചിങ് സ്കില്ലില്ലേ, 8 ടീച്ചിങ് സ്കില്ല്, അതിന്റെ ഒരു അപ്ഡേറ്റ് ആണോ? അതിന്റെ ഒരു അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, അത് ഉണ്ടോ വെച്ചാല് പിന്നെ കൃത്യമായി ഇതല്ല അത്. ഇപ്പൊ മെയിനായി നമ്മളിപ്പോ എക്സാമിന് ടീച്ചിങ് സ്കിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ പറഞ്ഞാല് നമ്മളിപ്പോ ആ 8 എക്സ്പ്ലെയിൻ ചെയ്താൽ പോരെ? മൈക്രോ ടീച്ചിങ്ങിന്റെ 8 പഠിക്കാണ്ട് ഉണ്ടെങ്കിൽ അതും ഇതുകൂടി മിക്സ് ആക്കി എഴുതിയാൽ മതി. ആണോ? അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ, പ്രൊഫസർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതന്നെ എഴുതണം. അതിൽ ഇതാക്കണോ, സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ അതിലുണ്ട്, ഡെമോൺസ്ട്രേഷൻ അതിലുണ്ട്, ഇല്ലുസ്ട്രേഷൻ ഉണ്ട്. ഇല്ലുസ്ട്രേഷൻ ഉണ്ടോ? സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ് ഉണ്ട്. ഇല്ലുസ്ട്രേഷൻ ഇല്ല. ഇല്ലുസ്ട്രേഷൻ ഉണ്ടോ? പിന്നെ റീഇൻഫോഴ്സ്മെന്റ് ഇതിലില്ല. അങ്ങനെ ഇപ്പൊ ഇതിങ്ങനെ കുറച്ചൊക്കെ അവിടെ മാറിയാലും പ്രശ്നമൊന്നുമില്ല. ഒക്കെ സ്കിൽസ് അല്ല, സ്കിൽസ് ഉണ്ടോന്ന് നോക്കുള്ളൂ പൊതുവെ. ഓക്കെ, അപ്പൊ ഡിഫൈനിങ്, എക്സ്പ്ലെയിനിങ്, ക്വസ്റ്റ്യനിങ് എന്നുള്ളത് ഒക്കെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതൊക്കെ ഉള്ളത്. അതുപോലെ ഇന്റർപ്രറ്റിംഗ്, ഇല്ലുസ്ട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ എന്നാണ് കേട്ടോ. അതിന്റെ എക്സാമ്പിൾസ് ഇങ്ങനെ പറയാന്നുള്ളതാണ്. പിന്നെ ജസ്റ്റിഫൈങ് വിത്ത് എവിഡൻസ്, അഥവാ ജസ്റ്റിഫൈ ചെയ്യുക. അറിയാലോ ഞാൻ ഇതിന്റെ ഒരു എന്താണ് അതിന്റെ ജസ്റ്റിഫിക്കേഷൻ നോക്കുക. ദെൻ അപ്രൈസിങ്, ഇവാലുവേറ്റിംഗ് ഓർ ജഡ്ജിങ് എന്നൊക്കെ അതിൽ പറയാൻ പറ്റും. ഈ ടേംസിനെ ഇങ്ങനെ പഠിച്ചു വെച്ചുകൊണ്ടു ഇത് ഓരോന്നോരോന്ന് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അതിൽ ഇല്ല. ഇതിന് ഇഫക്റ്റീവ് ടീച്ചിങ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇഫക്റ്റീവ് ടീച്ചിങ് എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇഫക്റ്റീവ് ടീച്ചിങ് ആണെങ്കിലും ടീച്ചിങ് ആണെങ്കിലും ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് തന്നെയാണ്. നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എല്ലാത്തിനും ഉണ്ടാവുക. അപ്പൊ അതിങ്ങനെ മാറി മാറി വരും. ഈ യൂണിറ്റിൽ കുറെ ഇങ്ങനത്തെ ഈ ഒരു ടീച്ചിങ്ങിന്റെ ക്വാളിറ്റീസ്, ടീച്ചറുടെ ഡ്യൂട്ടീസ് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഇതൊരു കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് ഇഫക്റ്റീവ് ടീച്ചിങ് ആണ്. സോ ടീച്ചർ ഈസ് ഏബിൾ ടു bring about goal oriented modification of behaviors in students. അപ്പോൾ ബ്രിങ് അബൌട്ട് ഗോൾ ഓറിയന്റഡ് മോഡിഫിക്കേഷൻ എന്താ വെച്ചാലേ, നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാവേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട വാല്യൂസ് അല്ലെങ്കിൽ അവന്റെ സ്കിൽസ് ഉണ്ടാവും. ആ ഗോളിലേക്ക് നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യുന്ന മോഡിഫിക്കേഷൻസ് ആണ് ഉണ്ടാവേണ്ടത്. കാരണം നമുക്ക് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലേണിംഗ് ഔട്ട്കംസ് ഉണ്ട്. ആ ലേണിംഗ് ഔട്ട്കംസിൽ കുട്ടികൾക്ക് എന്തൊക്കെ സ്കിൽ ഉണ്ടാവണമെന്ന് കൃത്യമായി പറയുന്നുണ്ടാവും. സോ അതിലേക്ക് ഉള്ള എന്ത് വേണം, മോഡിഫിക്കേഷൻസ് ആണ് വരുത്തേണ്ടത്. ദെൻ അച്ചീവിങ് ഇൻസ്ട്രക്ഷണൽ ഗോൾസ്, നമ്മളെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിലൂടെ കുട്ടികൾക്ക് എന്ത് കിട്ടണം, കൃത്യമായ ലക്ഷ്യങ്ങൾ കൈവറ്റാന് നമ്മുടെ എയിംസ് അവർക്ക് കിട്ടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതേപോലെ the outcome of teaching is evaluated by testing whether the teacher who adopt instruction based on suitable objectives. So teaching outcome is evaluated ആണ്. അഥവാ ടീച്ചിങ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു കേൾക്കണില്ലേ, സൗണ്ട് കേൾക്കണില്ലേ? ഇങ്ങനെ ഓരോ കോളും കൊടുക്കുന്നുണ്ട്. അതാണ് ടീച്ചിങ് ലേണിംഗ് ഔട്ട്കം നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ കുട്ടി ഒരു യൂണിറ്റ് പഠിക്കുമ്പോൾ ആ യൂണിറ്റിൽ നിന്ന് എന്തൊക്കെയാണ് കുട്ടിക്ക് കിട്ടേണ്ടത് എന്നുള്ളത്. അപ്പൊ ആ ഔട്ട്കംസ് എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ കൊടുത്ത പിന്നെ സ്ട്രാറ്റജികൾ വെച്ചിട്ട് നമ്മൾ ഡിസൈറബിൾ ആയിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന ബിഹേവിയറൽ ചേഞ്ച് കുട്ടിക്ക് വന്നോ എന്ന് നോക്കണം എന്നുള്ളതാണ്. അതെങ്ങനെ നോക്കുക? ഇപ്പൊ കുട്ടിയിൽ പിന്നെ ഒരു കോപ്പറേഷൻ എന്നുള്ള സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ നമ്മളുണ്ട്. അങ്ങനെ നമ്മൾ അതിന് വേണ്ടി സ്ട്രാറ്റജി കൊടുത്തു.
പിന്നീട് ഈ കുട്ടിക്ക് ഈ കോപ്പറേഷൻ എന്നുള്ള സ്കില്ല് ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ഒരു ഗ്രൂപ്പ് വർക്ക് കൊടുത്താ അറിയില്ലേ? ഗ്രൂപ്പ് വർക്ക് കൊടുക്കുക, ടാസ്ക് കൊടുക്കുക, അവർ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ഇതാണ് എന്റെ ആൻസർ. പിന്നെ ലിംഗ്വിസ്റ്റിക്കും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എക്സാം നടത്തുമ്പോഴും അസസ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഒക്കെ നമുക്ക് അതിലൂടെ കിട്ടും. ആൻഡ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് ഇസ് ഇവാലുവേറ്റഡ് ബൈ ഫൈൻഡിങ് ഔട്ട് ദ കൈൻഡ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ. നമ്മൾ നേരത്തെ പറയുന്നു സ്റ്റുഡൻസിന്റെ ബ്രോഡ് ഇൻ സ്റ്റുഡൻസ് ആസ് എ റിസൾട്ട് ഓഫ് ടീച്ചിങ്. നമ്മൾ അടുത്തൊരു ഒരു കുട്ടി വന്നിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് മാത്രം ആ കുട്ടിയിൽ ഒരു മാറ്റം ഉണ്ടായി എന്ന് പറയാൻ പറ്റണം എന്നുള്ളതാണ്. ഇൻ ടേംസ് ഓഫ് ലെവൽ ഓഫ് പ്രൊഫഷൻസി അറ്റൈൻഡ്. അതുപോലെ തന്നെ അവർക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസിയും അത്തരത്തിലുള്ള സ്കില്ലുകൾ കൂടി എന്ന് അറിയണം. ഞാൻ എനിക്കൊരു +1 ആണ് കുട്ടിക്ക് ഓരോ ക്ലാസ്സിൽ കിട്ടേണ്ടത് എന്നുള്ള സാധനം പറഞ്ഞതോ? +1 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ക്ലാസ്സിൽ നിന്ന് നമ്മൾ കയറി തിരിച്ചിറങ്ങുമ്പോഴേക്ക് കുട്ടി തന്റെ കറണ്ട് എബിലിറ്റി ലെവലിൽ നിന്ന് എന്ത് ചെയ്യണം, അവന്റെ മറ്റൊരു എബിലിറ്റി ലെവലിലേക്ക് അല്ലെങ്കിൽ +1 എത്തണം എന്നുള്ളതാണ്. ഓക്കെ, മാക്സിമം അച്ചീവബിൾ എബിലിറ്റി ലെവലിലേക്ക് അവർ എത്തണം. ദെൻ കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് ഇഫക്റ്റീവ് ടീച്ചിങ് ആണ്. നേരത്തെ പറഞ്ഞതിന് കുറച്ച് ഇതുണ്ടാവും. ദ പാഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽ നീഡഡ് ഫോർ ടീച്ചിങ് ഫോൾ അണ്ടർ ദ ഹെഡിങ് ഓഫ് ടീച്ചർ കോമ്പിറ്റൻസ്. അപ്പോൾ പാഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽസ് ആണ്. ടീച്ചേഴ്സ് നോളജ് അക്വയർ ചെയ്യുക എന്നുള്ള പാഷൻ ടീച്ചേഴ്സ് ഉണ്ടാവണം. സ്കിൽസ് അക്വയർ ചെയ്യുക എന്നുള്ള ഒരു പാഷൻ ടീച്ചേഴ്സിന് ഉണ്ടാവണം. അത് നിൽക്കാൻ പാടില്ല, അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. സോ ടീച്ചർ ഷുഡ് ബി എ സ്റ്റുഡൻറ്. ഓക്കെ, നല്ലൊരു ടീച്ചർ എപ്പോഴും നല്ല വിദ്യാർത്ഥി ആയിരിക്കണം. നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം, പുതിയ പുതിയ മേഖല പഠിച്ചു കൊടുക്കണം, പുതിയ പുതിയ കോഴ്സ് പഠിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്കില്ല്, ടീച്ചിങ്ങിന് വേണ്ട സ്കില്ലുകൾ ഇങ്ങനെ നമ്മൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇഫക്റ്റീവ് ടീച്ചിങ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ. താഴെ ഇഫക്റ്റീവ് ടീച്ചിങ്ങിന്റെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇഫക്റ്റീവ് ടീച്ചിങ് ഇസ് ഈക്വൽ ടു ടീച്ചേഴ്സ് ടീച്ചിങ് കോമ്പിറ്റൻസ്, ടീച്ചേഴ്സ് ടീച്ചിങ് പെർഫോമൻസ്, അച്ചീവ്മെന്റ് ഓഫ് ഇൻസ്ട്രക്ഷണൽ ഗോൾസ്. അപ്പോൾ ടീച്ചിങ് കോമ്പിറ്റൻസിൽ ഇംപ്രൂവ് ചെയ്യണം, ടീച്ചിങ് പെർഫോമൻസ് കൂട്ടണം, അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ ഗോൾസ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അതിന്റെ എഫക്റ്റീവ്നെസ് അതൊക്കെ വർദ്ധിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ കമ്മിറ്റ്മെന്റ്, നമ്മുടെ ടീച്ചേഴ്സിന്റെ ടീച്ചിങ്ങിലുള്ള കമ്മിറ്റ്മെന്റ് 100% നമ്മൾ പെർഫോം ചെയ്യണം, അത് ഷോ ചെയ്യണം. അതിന്റെ ഒരു 3 ഡയമെൻഷൻസ് പറയുന്നുണ്ട് എഫക്റ്റീവ് ടീച്ചിങ്ങിന്റെ. ഒന്ന് ടീച്ചർ കോമ്പിറ്റൻസി, കമ്മിറ്റ്മെന്റ്, ടീച്ചിങ് പെർഫോമൻസ്. ഏകദേശം ഒരേപോലെ തന്നെ വരിക. ടീച്ചർ കോമ്പിറ്റൻസി എന്താ? ടീച്ചർ കോമ്പിറ്റന്റ് ആവുക എന്നുള്ളതാണ്. ടീച്ചർ മറ്റുള്ള ടീച്ചേഴ്സിനേക്കാൾ ഏറ്റവും ദ ബെസ്റ്റ് ടീച്ചർ ആകാൻ കഴിയുക എന്നുള്ളതാണ്. അതുപോലെ 100% കമ്മിറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നന്നായി പെർഫോം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഈ കമ്മിറ്റ്മെന്റ് പറയുമ്പോഴേ നമുക്ക് 2 സാധനങ്ങൾ ഒരിക്കലും ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ പരിഗണിക്കാൻ പാടില്ല എന്നാണ്. 2 സാധനങ്ങളെ കുറിച്ച് കേട്ടണം. നമ്മുടെ ലൈഫിൽ, ടീച്ചേഴ്സിന്റെ ലൈഫിൽ 2 സാധനങ്ങൾക്ക് വാല്യൂ കൊടുക്കരുതെന്നാണ്. എന്നൊക്കെ അറിയോ? ഇമോഷൻസ് ആണോ? അല്ല, ഇമോഷൻസിന് വാല്യൂ കൊടുക്കണം. വസ്തുക്കൾ, 2 വസ്തുക്കളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 2 വസ്തുക്കൾക്ക് വാല്യൂ കൊടുക്കരുത്. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്ന സാധനം അതാണ്. മൊബൈൽ ഫോണോ? മൊബൈൽ ഫോൺ അല്ല. ടൈമാണോ? ടൈം വസ്തുവാ? മണി. മണി അത് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ? സാലറി വേണ്ടേ? ടൈമുമായി ബന്ധപ്പെട്ടിരണം. ഒന്ന് ക്ലോക്ക് ആണോ? ഒന്ന് ക്ലോക്ക്, 2 അതൊരു ഹാങ്ങിങ് ഒബ്ജക്ട്. ക്ലോക്കിനെ പോലെ ഹാങ്ങിങ് ഒബ്ജക്ട് തന്നെയാണ് കലണ്ടർ. നമ്മളില്ലേ ടീച്ചേഴ്സ് ക്ലോക്കിലേക്കും കലണ്ടറിലേക്കും നോക്കരുത് എന്നാണ് പറയാം. എന്താണ് അഭിപ്രായം? അത് ശരിയാ. സമയത്തിൽ എത്താൻ പറ്റുമോ? സമയത്തിൽ എത്തുമ്പോ കൃത്യമായിട്ട് അവിടെ ക്ലോക്ക് ഉണ്ടാവും. അവിടെ പഞ്ചിങ് മെഷീൻ, ഞങ്ങൾക്കൊക്കെ പഞ്ചിങ് മെഷീനാണ്. എന്താ അറിയോ, നമ്മുടെ ജോലി എന്ന് പറഞ്ഞാല് ടൈം ബൗണ്ട് അല്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത്. പണ്ടൊക്കെ സ്കൂൾ വിട്ട കഴിഞ്ഞ് പിന്നെ നാളെ വരുമ്പോ നോക്കിയാൽ മതിയെന്ന്. ഇപ്പോഴോ നമുക്ക് വീട്ടിൽ വന്നാലും പണിയാണ് അല്ലേ? നമ്മുടെ ജോലി തീരില്ല.
ഇപ്പൊ നാളത്തേക്ക് വേണമെങ്കിൽ ഇന്ന് നോക്കണം, ഇന്ന് പഠിപ്പിച്ച് തന്നെ വർക്കൗട്ട് ചിലപ്പോൾ കുട്ടികൾ ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടാവും. പിന്നെ പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കണം ക്ലോക്കും ഇതിക്കുമാണ്, കലണ്ടറിക്കുമാണ്. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇഫക്റ്റീവ് ടീച്ചിങ് നേരത്തെ പറഞ്ഞതിന്റെ വീണ്ടും റിപ്പീറ്റിംഗ് ഇതിലുണ്ടാവും. 12 പോയിന്റുകൾ ഇത് പഠിക്കാറുണ്ട്. ഇത് ഇങ്ങനെ ഓരോന്ന് വിശദമായി പറയേണ്ട ഒരു ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല. സർ ഒരു കാര്യം പറയട്ടെ, ടെക്സ്റ്റ് ബുക്കില് അങ്ങനെ എഫക്റ്റീവ് ടീച്ചിങ് ഒറ്റൊന്നും പറയുന്നില്ല. ഗുഡ് ടീച്ചിങ് എന്നുള്ളൊരു ഇതില് കുറച്ച് പോയിന്റ്സ് മാത്രം പറയുന്നുള്ളൂ അല്ലെ. അത് നിങ്ങളുടെ ടെക്സ്റ്റിലായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കണം. ഓക്കെ. അപ്പൊ ഏതായാലും ഇത് നോക്കി വെച്ചോണ്ടു, കാരണം വെച്ചാല് ഒരു നല്ല പോയിന്റ് ആണല്ലോ. എസ്സേ ഒക്കെ വരുമ്പോ എഴുതാലോ അല്ലെ. അതെ അതെ. അപ്പൊ ഇതിലല്ലേ ഇതിന് ഈ ഇഫക്റ്റീവ് ടീച്ചിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരുപാട് ടഫ് ആയതോ അങ്ങനത്തെ പോയിന്റ്സ് ഒന്നും അല്ല. ഒന്ന്, പ്രസന്റിങ് ദ കോണ്ടന്റ് ലോജിക്കലി ഇൻ സീക്വൻഷ്യൽ ഓർഡർ. നമുക്കറിയാം അല്ലെ, ആദ്യം പറയേണ്ടത് ആദ്യം പറയണം, പിന്നെ പറയേണ്ടത് പിന്നെ പറയണം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന കോണ്ടന്റ് ലോജിക്കൽ ഓർഡർ ആവണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആ കോണ്ടന്റ് അല്ലെങ്കിൽ ആ ലെസൺ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. അതിന്റെ ഇമ്പോർട്ടന്റ് ആയ കോൺസെപ്റ്റ് എന്താന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യണം, അത് ഓർഗനൈസ് ചെയ്യണം, കീ പോയിന്റ്സ് പ്രസന്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവണം. സാധാരണ അല്ലേ ഈ പ്രിപ്പറേഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഒരു 40 മിനിറ്റ് ഒരു ടീച്ചർക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ ആ ടീച്ചർ എത്ര സമയം പ്രിപ്പയർ ചെയ്യണം? പ്രിപ്പയർ ചെയ്യേണ്ടി വരും 1 hour അല്ലെങ്കിൽ 1.5 hour. അതിനങ്ങനെ കൃത്യമായ ആൻസർ ഒന്നുമില്ല. പക്ഷെ 40 മിനിറ്റിനേക്കാൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, 40 മിനിറ്റ് 4 മിനിറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂല, 40 മിനിറ്റിനേക്കാൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. സോ ഒന്നാമത്തത് ലോജിക്കൽ അറേഞ്ച്മെന്റ്സ് ഓഫ് ദ കോണ്ടന്റ് ആണ്. നമുക്കറിയാലോ, നമ്മളിപ്പോ ഒരു ക്ലാസ് പഠിപ്പിക്കാൻ പോവാണെങ്കിൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അത് ഞാൻ എന്തായാലും പറയണം, ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അത് ലാസ്റ്റ് പറഞ്ഞാൽ മതി, അങ്ങനെയൊക്കെയുള്ള ഒരു ഓർഡർ ഉണ്ടാക്കി വെക്കണം. 2, സിംപ്ലിഫൈങ് ദ കോണ്ടന്റ് ആൻഡ് പ്രസന്റിങ് ദം വിത്ത് ക്ലാരിറ്റി. അല്ലെ, നമ്മൾ ടീച്ചർ ഇങ്ങനെ കുറേ പറഞ്ഞു, എന്നിട്ട് ഇപ്പൊ എന്ത് പറഞ്ഞു വെച്ചാല് ആകെ ഒരു പുക, അത് പറ്റൂല. കൃത്യമായിട്ട് സിമ്പിൾ ലാംഗ്വേജിലാക്കിയിട്ട് കുട്ടിക്ക് കൊടുക്കണം അല്ലേ. കാരണം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ പഠിപ്പിക്കേണ്ടി വരും. അത് സിമ്പിൾ വേർഡ്സിലാക്കി ഏറ്റവും സിമ്പിൾ ആക്കി കുട്ടികൾ കൊടുക്കണം. റൈറ്റ്. പിന്നെ അത് വളരെ ക്ലിയർ ആയി പറഞ്ഞു കൊടുക്കണം. ചില പോയിന്റ് നമുക്കെന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, എന്നിട്ട് നമ്മൾ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും, പിന്നെ അവർക്ക് മനസ്സിലാവുമോ? നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടില്ല. നമുക്ക് അതിനെ കുറിച്ച് 10 പോയിന്റ് അറിയാം, അത് ക്ലാസ് പോയി പറഞ്ഞു, പക്ഷെ അത് കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല, നമുക്ക് മനസ്സിലായി. അതിന് നമ്മൾ പറയുന്നത് ഭയങ്കര ടഫാണ്, ഇതില് ഇതിങ്ങനെയൊക്കെ തന്നെ ആണെന്നൊക്കെ പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോരും. പക്ഷെ അത് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആൻസർ. സോ സിംപ്ലിഫൈ ദ കോണ്ടന്റ് ആൻഡ് പ്രസന്റ് ദം വെരി ക്ലിയർലി അല്ലെങ്കിൽ വിത്ത് ക്ലാരിറ്റി എന്നാണ്. ഈ പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി, അതിന് താഴെയുള്ളത് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. 3, യൂസിങ് അനലറ്റിക് ആൻഡ് സിന്തറ്റിക് അപ്രോച്ച് ഇൻ ടീച്ചിങ്. അതിന് പറയുന്നത് ഹോൾ കോൺസെപ്റ്റ് ഷുഡ് ബി സ്റ്റേറ്റഡ് ഫുള്ളി എന്നാണ്. അഥവാ നമ്മൾ അതിനെ കൃത്യമായി അനലൈസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അനാലിസിസ് ആൻഡ് സിന്തസിസ് നേരിട്ടുണ്ടാവും. ഫുള്ളായിട്ട് അതിന്റെ A to Z പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് കോമ്പണൻസ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഓരോരോ പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അതാണ് ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ കണക്ട് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു ഫുൾ കോൺസെപ്റ്റ് മൊത്തമായി കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ അതിനെ പറയണം. ഒരു ഉദാഹരണം പറയണേ, നമുക്കൊരു ക്വാളിറ്റീസ് ഓഫ് ടീച്ചിങ് 10 പോയിന്റ്സ് ഉള്ളത് സങ്കല്പിക്കാം. ആ 10 പോയിന്റ്സ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയാൻ പറ്റുക? അപ്പോൾ എനിക്ക് 10 വേണ്ട, ഒരു 5 പോയിന്റ് സങ്കല്പിക്കാം. അപ്പൊ ടീച്ചിങ്ങിന്റെ 5 ക്വാളിറ്റീസ് പറയണം. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ടീച്ചിങ്ങിന്റെ ക്വാളിറ്റീസ് പഠിപ്പിക്കാൻ പോണതുകൊണ്ട് ഒന്നാമത്തെ ക്വാളിറ്റി പറഞ്ഞു, അതങ്ങനെ കുറേ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഒരു 15 എക്സ്പ്ലെയിൻ ചെയ്തിട്ട് രണ്ടാമത്തൊന്ന് പറഞ്ഞു, അതൊരു 15 എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഓക്കെ ഇപ്പൊ ഞാൻ 5 എണ്ണം പറഞ്ഞു, നോക്കിയിട്ട് വന്ന് ഞാൻ തിരിച്ചു പോന്നു. അങ്ങനെ പറഞ്ഞാല് കുട്ടികൾക്ക് അത് കൃത്യമായി മനസ്സിലായിക്കൊള്ളുന്നില്ല. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ആദ്യം ഒരു ഹോളിസ്റ്റിക് വ്യൂ കൊടുക്കണം. ഹോളിസ്റ്റിക് വ്യൂ പറഞ്ഞാല് നമുക്ക് മൊത്തം 5 ക്വാളിറ്റീസ് പഠിക്കാനുള്ളതെന്ന് പറയാം. എന്നിട്ട് ആ 5 ക്വാളിറ്റീസ് മാത്രം പറഞ്ഞു കൊടുക്കുക. വെറും ആ 5 ക്വാളിറ്റീസ് മാത്രം പറയാം. എന്നിട്ട് പറയാം ഇനി ഇതിൽ ഓരോന്നോരോന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ഓരോന്നിനെയും
അനലിറ്റിക്കൽ ആൻഡ് സിന്തറ്റിക് അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. ദെൻ അങ്ങനെ 5 കഴിഞ്ഞാൽ ലാസ്റ്റ് കൺക്ലൂഷനിൽ വീണ്ടും ഈ 5 പോയിന്റ്സ് ഒന്നുകൂടി എടുത്ത് പറയണം. വി ഹാവ് സ്റ്റഡീഡ് 5 ക്വാളിറ്റീസ് ഓഫ് ടീച്ചിങ് വിച്ച് ആർ ദേ 1, 2, 3, 4, 5. പിന്നെ എങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ടോപ്പിക്സ് എണ്ണി പറയണം. വി ഹാവ് 5 ക്വാളിറ്റീസ് ടു ബി സ്റ്റഡീഡ്, അല്ലെങ്കിൽ 6 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്, 1, 2, 3 അങ്ങനെ എണ്ണി പഠിപ്പിക്കണം. അപ്പോൾ കുട്ടികൾക്ക് എണ്ണി ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ടീച്ചിങ്ങിലേക്ക് ക്ലാസ് റൂമിലേക്ക് പോകുമ്പോൾ. 4th വൺ ഹാവിംഗ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നമ്മുടെ ലാംഗ്വേജ് ഷുഡ് ബി സിമ്പിൾ, ലൂസിഡ് ഓർ സിമ്പിൾ. അതുപോലെ തന്നെ ഐ കോണ്ടാക്ട്, വോയിസ് മോഡുലേഷൻ, ബോഡി ലാംഗ്വേജ്, ജെസ്റ്റേഴ്സ്, ഇതൊക്കെ അഥവാ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് ഉപയോഗിക്കാം. കേൾക്കുന്നില്ലേ? ക്ലിയർ ആണ്. ഇതൊക്കെ നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞതും ഒക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂടുതൽ ക്ലാരിഫിക്കേഷനോ അതിന്റെ ഒരു ടീച്ചിങ്ങിലേക്കുള്ള അപ്ലിക്കേഷനോ വേണമെങ്കിൽ നിങ്ങളും ചോദിച്ചാൽ മതി. ഓക്കെ, അഥവാ ഇതെങ്ങനെ നമ്മൾ ക്ലാസ്സിൽ അപ്ലൈ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അറിയോ, നിങ്ങളെ ഒരു ടീച്ചറായിട്ട് ഇപ്പൊ ഇതിൽ ക്ലാസ് റൂമിൽ പോകുന്ന ടീച്ചേഴ്സ് ഞാൻ ക്ലാസ് റൂമിലാണെന്ന് അസ്യൂം ചെയ്യാം. ക്ലാസ്സിൽ മീൻസ് സർവീസിൽ ഇല്ലാത്ത ടീച്ചേഴ്സ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുക, പിന്നെ ഞാൻ ക്ലാസ് റൂമിലാണെന്ന് അസൈൻ ചെയ്യുക, വെറുതെ ഞാൻ ടീച്ചറാണെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ഈ ഒരു പിന്നെ കോണ്ടന്റ് ഞാൻ ക്ലാസ് റൂമിൽ അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുകയാണെന്നുള്ളത് മനസ്സിൽ കരുതി ഇത് പഠിച്ചു നോക്കുക. കുറച്ചുകൂടി അപ്ലിക്കേഷൻ ലെവലിൽ നോക്കി നോക്കുക. 5 യൂസിങ് എ വെറൈറ്റി ഓഫ് ടീച്ചിങ് ടെക്നിക്സ് ആണ്. ടീച്ചിങ്ങിൽ ഡിഫറെന്റ് സ്ട്രാറ്റജീസ്, ടെക്നിക്സ്, മെത്തേഡ്സും ഒക്കെ ഉണ്ട്. ഓക്കെ, അഥവാ സ്ട്രാറ്റജി, മെത്തേഡ്, അപ്രോച്ച്, മെത്തേഡ്, സ്ട്രാറ്റജി, ടെക്നിക്ക്, ഇങ്ങനെ 4 ടേംസ് ഉണ്ട് ആക്ച്വൽ ടീച്ചുമായി ബന്ധപ്പെട്ട്. അപ്രോച്ച് എന്നുള്ള വലിയ ടേം ആണ്. മെത്തേഡ് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സാധനങ്ങളാണ്. അഥവാ ഇത് കണ്ടെങ്കിൽ ഡെമോൺസ്ട്രേഷൻ, ഡ്രാമാറ്റൈസേഷൻ, അതുപോലെ നരേറ്റിംഗ് എപ്പിസോഡ്സ് ആയിട്ട് നരേറ്റ് ചെയ്യുക, ഡിസ്ക്രൈബിങ്, ഡ്രിൽ ആൻഡ് പ്രാക്ടീസ്, പ്രൊവൈഡിങ്, അസൈൻമെന്റ്സ്, യൂസിങ് മൾട്ടിമീഡിയ പ്രസന്റേഷൻ, അതുപോലെ ഡിസ്കഷൻ, ഡിബേറ്റ്, സെമിനാർ, ഇങ്ങനെ ടീച്ചിങ് സ്ട്രാറ്റജീസ് കുറെ ഉണ്ട്. ഇങ്ങനത്തെ സ്ട്രാറ്റജീസ് ആൻഡ് ടെക്നിക്സ് ക്ലാസ്സിൽ പരമാവധി ഉപയോഗിക്കാം. എന്നും നമ്മൾ തന്നെ ഇങ്ങനെ പോയിട്ട് നമ്മൾ ഇങ്ങനെ പറയാന്നുള്ളതല്ല. ഇടയ്ക്ക് സ്റ്റുഡന്റ് ടീച്ചർ, കുട്ടികൾ ടീച്ചറാക്കി മാറ്റുന്ന സംഭവമുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ടോപ്പിക് കൊടുത്തിട്ട് അത് ഡിസ്കഷൻ ആക്കി മാറ്റുന്ന സംഭവമുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾ ചെറിയ ചെറിയ ടോപ്പിക്സ് ആക്കി കൊടുത്ത് സെമിനാർ ആക്കി കൊടുക്കുക. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കേസ് പ്രസന്റേഷൻ ആൻഡ് ഡിസ്കഷൻ, ടീച്ചർ പ്രസന്റ് ചെയ്യുന്നു, പിന്നെ അതിന്മേൽ ഒരു ഡിസ്കഷൻ. ഇങ്ങനെ ഡിഫറെന്റ് സ്ട്രാറ്റജി ക്ലാസ്സിൽ ഉപയോഗിക്കാൻ നോക്കുക എന്നുള്ളതാണ് ടീച്ചറുടെ ഒരു ഇഫക്റ്റീവ് ടീച്ചിങ്ങിന്റെ മറ്റൊരു ഭാഗം. 6 അപ്രോപ്രിയേറ്റ് ടീച്ചിങ് എയ്ഡ് ഇൻ ക്ലാസ് റൂം ടീച്ചിങ്. ഞങ്ങൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കുക. ഇതിൽ ചാർട്ട്, മോഡൽസ്, മാപ്പ്, സ്ലൈഡ്, റെക്കോർഡ് സ്പീച്ച്, സീൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ തുടങ്ങിയ കുറെ ടീച്ചിങ് എയ്ഡ്സ്, അത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എയ്ഡ്സ് അതന്നെ പറയാം, TLM. ഓക്കെ, ടീച്ചിങ് ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് 6. 7 മോട്ടിവേറ്റിംഗ് ദ സ്റ്റുഡൻസ്. കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക. കുട്ടികളെ നമുക്ക് എന്തിനൊക്കെ മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരും? പഠിക്കാൻ മോട്ടിവേറ്റ് ചെയ്യണം, അതറിയാം. അതല്ലാതെ സ്റ്റുഡൻസിനെ എന്തിനൊക്കെ മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരും? നോൺ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. ക്ലാസ് റൂമിലേക്ക് മാത്രം ഒതുങ്ങിയിട്ട് ചോദിക്കുന്നത്, ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങിയിട്ട് ചോദിക്കുന്നത് കുട്ടികളെ എന്തിനൊക്കെ മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരും? ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പറയാൻ വേണ്ടി. ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. പിന്നെ നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ടാവണം. ടു കീപ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ടു ബി ക്വയറ്റ് ആൻഡ് സൈലന്റ്. പിന്നെ ആൻസർ പറഞ്ഞാൽ ചെയ്യണ്ടല്ലേ? എവറി അറ്റംപ്റ്റ് ഷാൾ ബി അപ്രീഷിയേറ്റഡ്. മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാന്, ക്ലാസ്സിൽ ശ്രദ്ധിക്കാന്, ക്ലാസ്സിൽ ഇരിക്കാന്, ഡൗട്ട് ചോദിക്കാന്, അല്ലെങ്കിൽ ഉറക്കെ വായിക്കാന്, ഇൻഡിവിജ്വൽ പെർഫോമൻസ്, ഗ്രൂപ്പ് പെർഫോമൻസ്, കോഓപ്പറേഷൻ, പ്രസന്റേഷൻ, ഇങ്ങനെ കുറേ സ്കില്ലുകളുണ്ട് കുട്ടികൾക്ക് കിട്ടണ്ടേ. അതിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, 8 ഹൈ സ്റ്റുഡന്റ് പാർട്ടിസിപ്പേഷൻ ആണ്. അത് എൻഷുർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ എവറി ആക്ടിവിറ്റി. എന്ത് ക്ലാസ് ഉണ്ടെങ്കിലും അതിൽ സ്റ്റുഡൻസിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. 9 ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ്. നമ്മളൊരു കാവോട്ടിക് ആയിട്ടുള്ള, പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്ലാസ് റൂമിലാണ് ചെല്ലുമ്പോൾ അവർ നമ്മൾ ശ്രദ്ധിച്ചോളണം എന്നില്ല. അവർ നമ്മളെ
അനുസരിച്ചോളുന്നില്ല. അപ്പൊ ഒരു കുട്ടികളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ക്ലാസ് റൂം മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ആസ് എ ടീച്ചർ നമുക്ക് എന്തൊക്കെ ചെയ്യാവുന്ന പിന്നെ ടിപ്സ്, അതാണ് ഇവിടെ ഈ ഒരു 5, 6, 7 പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അഥവാ ക്ലാസ് റൂം മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, കോളിംഗ് പീപ്പിൾസ് ബൈ നെയിം എന്ന് പറയുന്നത്, കുട്ടികളെ പേരെടുത്ത് അഡ്രസ് ചെയ്യുക, അല്ലെ? പേരെടുത്ത് വിളിക്കുക. അപ്പൊ ആ കുട്ടികൾക്ക് തോന്നും ടീച്ചറിന്റെ പേരൊക്കെ അറിയാം, പിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് തോന്നും. രണ്ട്, മേക്കിംഗ് നോംസ് ഫോർ ക്ലാസ് റൂം ബിഹേവിയർ. ഒരു ക്ലാസ് റൂമിൽ എന്തൊക്കെ ബിഹേവിയേഴ്സ് ആണ് എക്സ്പെക്ട് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഒരു ഗ്രൂപ്പിൽ ഇരിക്കുകയാണെങ്കിൽ ഗ്രൂപ്പിൽ ഇരിക്കേണ്ട സമയം, ഗ്രൂപ്പിൽ ഇരിക്കേണ്ട രീതി, ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഗ്രൂപ്പിൽ എങ്ങനെ പിരിഞ്ഞു പോകേണ്ടത്, ഇതൊക്കെ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്. 3, റീഇൻഫോഴ്സിങ് അറ്റൻഡിങ് ബിഹേവിയർ ഓഫ് സ്റ്റുഡൻസ്. റീഇൻഫോഴ്സിങ് അവരുടെ ബിഹേവിയേഴ്സ്, നല്ല ബിഹേവിയേഴ്സ് ഉണ്ടാവാൻ വേണ്ടി അവരെ റീഇൻഫോഴ്സ് ചെയ്യുക. അവ നല്ല ആദ്യം ഫിനിഷ് ചെയ്യുന്ന ആളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ഏറ്റവും സൈലന്റ് ആയി ഇരിക്കുന്ന ആള്, ക്ലാസ്സിലെ ഏറ്റവും അറ്റൻറ്റീവ് ആയ പേഴ്സൺ, ഏറ്റവും കൂടുതൽ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ആള്, ഇങ്ങനെയുള്ള അവർക്ക് നല്ല ബിഹേവിയേഴ്സിന് വേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്യുക, റീഇൻഫോഴ്സ് ചെയ്യുക. 4, ഫോക്കസിങ് അറ്റൻഷൻ ഓഫ് ദ സ്റ്റുഡൻസ്. കുട്ടികളുടെ അറ്റൻഷനിലേക്ക് ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളെ നമ്മുടെ ക്ലാസ്സിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി, അതിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അതിന് ശ്രദ്ധിക്കുക, മോട്ടിവേറ്റ് ചെയ്യുക. 5, കൺട്രോളിങ് ദ ഡിസ്ട്രാക്ഷൻ ഓഫ് ദ സ്റ്റുഡൻസ്. കുട്ടികളിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും, തല്ലും പൊടിയൊക്കെ ഉണ്ടാവും, അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ രണ്ടുപേര് തമ്മിൽ എപ്പോഴും വഴക്കാണ് അല്ലെങ്കിൽ ഉടക്കാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? സാധാരണ ചെയ്യണത് തന്നെ. എന്താ ചെയ്യാൻ പറ്റുക? പ്ലേസ് മാറ്റിയിരുത്തുക, ഓലെ മാറ്റിയിരുത്തുക, അല്ലെ? ഓലെ പരസ്പരം ഐ കോണ്ടാക്ട് കിട്ടുന്നത് മാറ്റുക. എപ്പോഴും നമ്മള് ഈ ടീമായിട്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, അവർ നമുക്ക് ഭയങ്കര ചലഞ്ച് ആയിരുന്നു. കാരണം അവർക്ക് ഒരു ഗ്രൂപ്പ് പവർ ഉണ്ടാവും. അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പവർ പൊതുവെ പോകാറുണ്ട്. അല്ലെങ്കിൽ അവരെ നമ്മളെ അറ്റൻഷൻ കിട്ടുന്ന ഈ ഏറ്റവും എൻഡിലല്ലേ, നമ്മളെ ഈ ഇപ്പോ വലത് ഭാഗത്താണെങ്കിൽ അതിന്റെ ഈ എൻഡിലും, ഇടത് ഭാഗത്താണെങ്കിൽ അതിന്റെ ഈ എൻഡിലും കുറിഞ്ഞിരുത്തുക, നമുക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടും. പിന്നെ കീപ്പിംഗ് ദ സ്റ്റുഡൻസ് അണ്ടർ കൺട്രോൾ. പരമാവധി സ്റ്റുഡൻസിനെ നമ്മളെ കൺട്രോൾ ആക്കാൻ ശ്രമിക്കുക. സ്റ്റോപ്പിംഗ് ദ അൺഡിസൈറബിൾ ബിഹേവിയർ ഓഫ് സ്റ്റുഡൻസ്. കുട്ടികളുടെ നമുക്ക് പറ്റാത്ത ഒരു ബിഹേവിയർ കണ്ടാൽ ദാറ്റ് ഈസ് റോങ്, യു ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് വാൺ ചെയ്യേണ്ടടുത്ത് കൃത്യമായി വാൺ ചെയ്യാം. ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടോ? നല്ലൊരു ക്ലാസ് റൂം മാനേജ്മെന്റ് കിട്ടാൻ വേണ്ടി ചെയ്യാവുന്ന ടെക്നിക്കുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അറിയോ? യെസ് ഓർ നോ? അറിയില്ല. നമ്മള് ഇപ്പൊ ഈ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് അല്ലേ, ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ അല്ലേ, അത് ഉപയോഗിക്കുക. ഈ ടീച്ചിങ് സ്ട്രാറ്റജീസ് നമ്മൾ നേരത്തെ പറഞ്ഞ ടീച്ചിങ് ടെക്നിക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഒക്കെ ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കുക. അപ്പൊ കുട്ടികൾക്ക് അവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അവർക്ക് താല്പര്യമുള്ള സാധനങ്ങളൊക്കെ ക്ലാസ് റൂമിൽ ഇങ്ങനെ മാറി മാറി വരും. ഓക്കെ, അതൊക്കെ അതിന്റെ ഒരു സ്ട്രാറ്റജീസ് ആണ്. അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ ഇപ്പോൾ ഒരു ക്ലാസ് റൂം ഡിസിപ്ലിൻ, ഓരോരോ ചാർജസ് കൊടുക്കുക, അല്ലെങ്കിൽ ഓരോ ബെഞ്ചിലും ഓരോ ലീഡേഴ്സ്, ആ ബെഞ്ചിന് ഡിസിപ്ലിൻ ആ ലീഡർ നോക്കണം. അങ്ങനൊക്കെ ഈ മൈക്രോ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും നല്ല സ്റ്റുഡന്റിന് അവാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല സ്റ്റുഡന്റിനെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുക. അത്തരത്തില് നല്ലവരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുമ്പോഴും ബാക്കിയുള്ളവർക്ക് നന്നാവാനുള്ളൊരു പ്രചോദനം അതാകും എന്നൊക്കെ ഉള്ളതാണ്. ഇനി ഇതിൽ 10ാമത്തെ പോയിന്റ് ആണ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ബ്ലാക്ക് ബോർഡ്. സ്കിൽ ഓഫ് ബ്ലാക്ക് ബോർഡ് എന്നുള്ളത് ടീച്ചർ സ്കില്ലാണ്. അപ്പൊ അതില് പിന്നെ നമ്മളത് ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കാനും ചോക്ക് ഉപയോഗിക്കാനും നമ്മൾ എവിടെ നിൽക്കണം, എങ്ങനെ നോക്കണം, അതിനൊക്കെ കുറെ റൂൾസ് ഉണ്ട്. പക്ഷെ അത് ഓൺലൈൻ ക്ലാസ്സിൽ ഇത് പറയാൻ പറ്റില്ല. ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ ഇതൊക്കെ കാണിച്ചു തന്നിരുന്നു. 11 ഇവാലുവേറ്റിംഗ് സ്റ്റുഡന്റ് ലേണിംഗ്. ഈ ബ്ലാക്ക് ബോർഡിന്റെ യൂസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ എന്ത് പറഞ്ഞാലും ബ്ലാക്ക് ബോർഡ് അതിന്റെ സൂചനകൾ ഉണ്ടാവണം എന്നുള്ളതാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 11 ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻസ് ലേണിംഗ് ആണ്. കുട്ടികൾ പഠിക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ, ഇതിനെ സീരിയസ് ആയി എടുക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. സോ ഫുഡ് ക്വസ്റ്റ്യൻസ് ഇന്റർമീഡിയറ്റ്, ഇടക്കിടക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതുപോലെ അവരുടെ ആൻസേഴ്സ് പരമാവധി അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള എലിസിറ്റ് ആൻസേഴ്സ് ഫ്രം സ്റ്റുഡൻസ് ടു നോ ഹൗ ഫാർ ദേ ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. അത് ഇടക്കിടക്ക് എന്ത് ചെയ്യുക, അവരുടെ ആൻസേഴ്സ് ഇങ്ങനെ കിട്ടുമോ എന്നുള്ളത് നോക്കുക. ഇതിന് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സമ്മേറ്റീവ് അസസ്മെന്റ്, ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 2 തരം അസസ്മെന്റുകളുണ്ട്. സമ്മേറ്റീവ് പറയുന്നത് ഒരു സെമസ്റ്ററിന്റെ അവസാനം നമ്മൾ നടത്തുന്ന പരീക്ഷകളൊക്കെയാണ്. ഫോർമേറ്റീവ് പറഞ്ഞാൽ ഇതേപോലെ ഇടക്കിടക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇടക്കിടക്ക് ചെറിയ ചെറിയ ടാസ്ക് കൊടുക്കുക, അവരോട് ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറയാം. ഇങ്ങനെ ചെയ്യുന്നതാണ് ഫോർമേറ്റീവ് അസസ്മെന്റ്. അതാണ് അവിടെ ഒരു പാരഗ്രാഫിലുള്ളത്.
സോറി ബ്രാക്കറ്റിലുള്ളത് അത് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. The teacher reviewing students' learning at the end of his teaching. ഓരോരോ ടീച്ചിങ്ങിന്റെ എൻഡിൽ അഥവാ ഒരു സെമസ്റ്റർ കഴിഞ്ഞാലോ ഒക്കെ ടീച്ചർ നോക്കുന്നതാണ് ആക്ച്വലി സമ്മേറ്റീവ് അസസ്മെന്റ്. Then provide additional information or give practice or assignments. എപ്പോഴും അഡീഷണൽ ഇൻഫർമേഷൻസ് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ ഹോംവർക്ക് കൊടുക്കൂലേ, ഹോംവർക്കിന് വേറെ പേരുണ്ട്, അതറിയോ? ഹലോ, എന്താ മിണ്ടാത്ത? എങ്ങനെ മിണ്ടാതിരിക്കുമ്പോ എനിക്ക് പുറത്തുനിന്ന് സാധനം പറയാനുള്ള ത്വര പോയി കിട്ടണം. ഇല്ല സർ, അറിയില്ല. ഹോംവർക്കിന്റെ രണ്ടാമത്തെ പേരാണ് ഫോളോ അപ്പ് ആക്ടിവിറ്റി. ആരും അവിടുന്ന് ആക്ടിവിറ്റി എന്നൊക്കെ ഏതോ കുട്ടി പറയണ്ടല്ലോ. ആരാ മോളാണത്? ഫർസാന മോളോ? എന്താ പേര്? അക്സ മോളെ ഹായ്. ഓക്കെ, താങ്ക് യു. അപ്പം ഫോളോ അപ്പ് ആക്ടിവിറ്റി എന്നുള്ളതാണ്. ഈ ഫോളോ അപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഹോംവർക്ക് നമ്മൾ എന്തിനാ കൊടുക്കണേ? ക്ലാസ്സിൽ നിന്ന് എടുത്തത് ഒരു ഓർമ്മ നോക്കാനും റിപ്പീറ്റ് ചെയ്യാനൊക്കെ. എന്നിട്ട് വീട്ടിൽ വന്നാൽ ആരാ ചെയ്യാ? ഉമ്മാര്, പാരന്റ്സ്. അതൊക്കെ പണ്ടേ. അത് പണ്ടേനു. ഇപ്പൊ സ്വന്തം ചെയ്യും, ഫോൺ ഉണ്ടല്ലോ. ചാറ്റ് GPT കൊടുത്താലേ യൂട്യൂബിലും ഉണ്ടാവില്ല. ഈ യൂട്യൂബിൽ ആൻസർ നോക്കിയിട്ടും ചാറ്റ് GPT നോക്കിയിട്ടും ആ കുട്ടി ആൻസർ വരുമ്പോ അതില് ആ കുട്ടിന്റെ സ്കില്ല് പോയി. അമ്മമാർ ചെയ്തു കൊടുത്താലും ആ കുട്ടിന്റെ സ്കില്ല് കിട്ടിയില്ല. ഈ ചാറ്റ് GPTന്റെ ഒരു വിറ്റ് ഞാൻ കൂടെ പറഞ്ഞോ എനിക്കറിയില്ല. ഒരു പാരന്റ് ഒരു കുട്ടി നന്നാവാൻ തീരുമാനിച്ചു പറഞ്ഞ കൂടെ ഇല്ല. ആ കുട്ടി ചാറ്റ് GPTന്റെ ഒരു സാധ്യതയെ കുറിച്ച് പറഞ്ഞതാണ് കേട്ടോ. ആ കുട്ടി ഇതേമാതിരി ഹോംവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ കുറച്ച് മടിയനായിരുന്നു. അപ്പോഴാണ് ചാറ്റ് GPTയെ കുറിച്ച് അറിഞ്ഞത്. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്തോ, എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ചാറ്റ് GPT കൊടുക്കും, എന്നിട്ട് ആൻസർ കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ ടീച്ചർ കാണിച്ചു കൊടുക്കും. അപ്പൊ ടീച്ചർ പറഞ്ഞു ഇത്രയും കാലം ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു, ഇപ്പൊ അടിപൊളിയാണ്, നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷെ എന്താ പ്രശ്നം അറിയോ, ഇവന്റെ ആൻസർ ഒക്കെ സ്റ്റാൻഡേർഡ് കൂടുതലാണ്. അപ്പൊ അതല്ലേ, സ്റ്റാൻഡേർഡ് കൂടുതലാണ്, തെറ്റില്ലാത്ത എഴുത്താണ്. അപ്പം ഈ കുട്ടീനോട് ടീച്ചർ പറഞ്ഞ് ഈ ഒക്കെ എഴുതുന്നുണ്ട്, പക്ഷെ ഭയങ്കരമായി ക്വാളിറ്റി കൂടുതലാണ് എൻ്റെത്. അപ്പൊ ഇത്ര ക്വാളിറ്റി എനിക്ക് എഴുതാൻ അറിയില്ല എന്ന് എനിക്കറിയാം. അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണേ എന്ന് ടീച്ചർക്ക് സംശയം ടീച്ചർ പ്രകടിപ്പിച്ചു. അപ്പൊ ഇവൻ എന്താ അറിയോ, ഇവനെ എനിക്ക് തോന്നുന്നത് പഠിക്കുന്നത് ഒരു 6ാം ക്ലാസ് സങ്കല്പിക്കാം. അപ്പം ഇവന്റെ ആൻസർ ഒക്കെ ഉള്ളത് ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ ഉള്ള ഒരു ആൻസർ ആണ്. കാരണം ചാറ്റ് GPTക്ക് ഓന്റെ വയസ്സൊന്നും അറിയില്ലല്ലോ. അങ്ങനെ വന്നപ്പോ ഇവൻ എന്ത് ചെയ്തു, അടുത്ത ദിവസം വന്നിട്ട് ചാറ്റ് GPT കൊടുത്തു, ചാറ്റ് GPT ആൻസർ ഇൻ 5th സ്റ്റാൻഡേർഡ് എന്ന് കൊടുത്തു. ക്വാളിറ്റി അഥവാ 5th സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടിന്റെ ക്വാളിറ്റി അനുസരിച്ചുള്ള ആൻസർ കിട്ടിയാൽ മതി എന്ന് കൊടുത്തുകൊണ്ട് ഓന്റെ ആൻസറിന്റെ ക്വാളിറ്റി കുറച്ച് ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ടീച്ചർ ഹാപ്പി ആയിരുന്നാണ് കഥ. അപ്പോ ചാറ്റ് GPTന്റെ ഒരു അവസ്ഥ നമ്മളെ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്ത് അവിടെ എത്തി. അല്ല, ഇനിയിപ്പോ അതിനെ കുറിച്ച് തെറ്റും കൂടി വേണമെങ്കിൽ ചാറ്റ് GPT തെറ്റും വേണമെങ്കിൽ തരൂലേ? അപ്പൊ ടീച്ചർ സംഭവം തെറ്റൊക്കെ തിരുത്തി കൊടുക്കും അല്ലെ? അവന്റെ ടീച്ചർ പറയും ഉഷാറായിക്കണേ, 4-5 തെറ്റുണ്ട്, എന്നാലൊക്കെ ഉഷാറാണ് അറിയും. എവിടെ 5 തെറ്റായിരുന്നാ ചാറ്റ് GPT മനഃപൂർവ്വം വരുത്തി തെറ്റൊക്കെ. ഈ ഹോംവർക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞങ്ങൾ +2 പഠിച്ചപ്പോ നമ്മളെ കൂടെ ഉള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവന് പിന്നെ ഈ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടുന്ന് പാരന്റ്സിനെ കൊണ്ടുവരാൻ പറയും. അങ്ങനെ ഹോംവർക്ക് ആണോ ഇമ്പോസിഷൻ ആണോ എനിക്ക് ഓർമ്മയില്ല. ഏതിലും ഇവരെന്ത് ചെയ്യാറോ, വീട്ടിൽ പോയിട്ട് അവന്റെ അമ്മാനോട് ചോദിച്ച്, ഇതുണ്ടായ സംഭവം കേട്ടോ, 2 ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. ഒന്നുകിൽ എന്റെ ഹോംവർക്ക് ചെയ്തു തരാം, അഥവാ ഹോംവർക്ക് ആണോ ഇമ്പോസിഷൻ ആണോ എന്ന് എനിക്കൊരു ഓർമ്മ ഇട്ടില്ല, അത് എഴുതി തരാം. അല്ലെങ്കിൽ സ്കൂളില് പാരന്റ്സ് പിന്നെ സ്കൂളിലേക്ക് പോരാ, ഏതാ വേണ്ട വെച്ച്.
ഉമ്മാനോട്? അവന്റെ ഉമ്മനെ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക എഴുതി ഹോംവർക്ക് ചെയ്ത് കൊടുക്കും. അല്ലെ? ഞാൻ ഹോംവർക്ക് ചെയ്ത് തരാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നാളെ വണ്ടി എടുത്താണ്ട് ബസ് കയറി തൂങ്ങി പിടിച്ച് സ്കൂളിൽ വരണം. സ്കൂളിൽ വന്ന് ടീച്ചറെ കന്ന് ഫുള്ള് ചീത്തയും കേൾക്കണം. അപ്പോ ഇതുണ്ടായ സംഭവമാണ്. അപ്പോ അങ്ങനെ കുറച്ച് ബുദ്ധികളുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും ചിലപ്പോ, അല്ലേ? ഇനി ഏതാ പറഞ്ഞത്? ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻസ് ലേണിംഗ്. ഓക്കെ, ദെൻ പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഫീഡ്ബാക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അത് ഇനി ഇതാക്കണില്ല. സ്റ്റുഡൻസിന് അവരുടെ ഫീഡ്ബാക്ക് ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. when students give wrong answer, the teacher explaining why the answers are wrong. ഞാൻ ചോദിക്കട്ടെ, ഒരു കുട്ടി നമ്മൾ ചോദ്യം ചോദിച്ചിട്ട് ശരി ഉത്തരം പറയണില്ല, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത വർക്ക് ചെയ്യണില്ല, ആ കുട്ടിക്ക് എങ്ങനെ ഫീഡ്ബാക്ക് കൊടുക്കുക? ചോദ്യം മനസ്സിലായില്ലേ? മനസ്സിലായി. യു ആർ നോട്ട് ഡൂയിങ് യുവർ ജോബ് എന്ന് പറഞ്ഞവരെ ഇങ്ങനെ പോയാൽ ശരിയായില്ല. അങ്ങനെ സംഭവം സിമ്പിൾ അല്ലേ? നിങ്ങൾ എന്തെങ്കിലും ആലോചിക്കണം, ഞാൻ വെറുതെ ചോദിച്ചതാ. ആക്ച്വലി അപ്പൊ നീ വർക്ക് ചെയ്യാത്ത ആ ഒരു ബിഹേവിയർ തെറ്റാണെന്നും നീ എന്ന പേഴ്സൺ നല്ലതാണെന്നും ആ കുട്ടിയോട് പറയണം എന്നുള്ളതാണ് അതിന്റെ ആൻസർ. ദെൻ അസസിങ് സ്റ്റുഡൻസ് ലേണിംഗ് അച്ചീവ്മെന്റ് ത്രൂ സമ്മേറ്റീവ് അസസ്മെന്റ്. ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് രണ്ടും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവരുടെ കൃത്യമായ ഫീഡ്ബാക്ക് എടുത്ത് അവർക്ക് എന്ത് ചെയ്യണം, കൃത്യമായ അവരുടെ അച്ചീവ്മെന്റ്സ് എടുത്ത് അവർക്ക് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇനി ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഇഫക്റ്റീവ് ടീച്ചിങ് ആണ്. സോ വി ക്യാൻ ലിസ്റ്റ് ദ ഫോളോയിങ് 5 ഫാക്ടേഴ്സ് ആസ് കീ കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് എഫക്റ്റീവ് ടീച്ചിങ്. ഇതില് നേരത്തെ പറഞ്ഞതിന്റെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഒന്ന്, ടീച്ചേഴ്സ് കോണ്ടന്റ് നോളജ് ഓഫ് ദ സബ്ജക്ട്. ടീച്ചർക്ക് കൃത്യമായി ആ സബ്ജക്റ്റിൽ അറിവുണ്ടാവണം. 2, പെഡഗോജിക്കൽ നോളജ് ആണ്. ഈ സബ്ജക്ട് എങ്ങനെയാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെ, എങ്ങനെയാണ് ഇത് ട്രാൻസാക്ട് ചെയ്യേണ്ടത് എന്ന് അറിവുണ്ടാവണം. 3, ടെക്നോളജിക്കൽ നോളജ് ആണ്. ഈ കോണ്ടന്റിലേക്ക് എങ്ങനെയാണ് ടെക്നോളജിയെ ഇൻകോപ്പറേറ്റ് ചെയ്യുക, അഥവാ ICT, പ്രൊജക്ടർ, PPT എങ്ങനെയാണ് ഇതിലേക്ക് യൂസ് ചെയ്യാൻ കഴിയുക. 4, പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് ആണ്. എനിക്ക് എന്റെ സബ്ജക്റ്റിനോടും എന്റെ ടീച്ചിങ്ങിനോടും ഒക്കെ ഒരു നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കാം. 5, റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ റിഫ്ലക്ഷൻ എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചർ തന്റെ ജോലിയെക്കുറിച്ചും ഞാൻ എടുത്ത ക്ലാസ്സിനെ കുറിച്ചിട്ടും എന്റെ സ്റ്റുഡൻസിന്റെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ എപ്പോഴും ആലോചിക്കുക, തിങ്ക് ചെയ്യുക. അതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ 5 ഫാക്ടേഴ്സ് ഉണ്ടെന്നാ പറയേണ്ടത് ഇഫക്റ്റീവ് ടീച്ചിങ്ങിന്. അതില് ഈ 5 ടീച്ചേഴ്സ് കോണ്ടന്റ് നോളജ് കുറഞ്ഞു. സബ്ജക്റ്റില് മാസ്റ്ററി ആവുക എന്നുള്ളതാണ് കോണ്ടന്റ് നോളജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഷുഡ് ഹാവ് എ പാഷൻ ഫോർ ടീച്ചിങ്. കാരണം നമുക്ക് നമ്മളെ സബ്ജക്റ്റ് കൂടുതൽ പഠിക്കാനും അത് കുട്ടികൾക്ക് ഏത് വിധേനയും പറഞ്ഞു കൊടുക്കണമെങ്കിലും നമുക്ക് ടീച്ചിങ്ങിനോട് ഒരു പാഷൻ വേണം. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ഡേ ഒരു എന്താ പറയുക എഡ്യൂക്കേഷനിസ്റ്റ് ആണ്. ടീച്ചിങ് പാഷൻ ഇൻക്ലൂഡ് ലേണിംഗ്, പാർട്ടിസിപ്പേഷൻ, കൊളാബറേഷൻ, കോഓപ്പറേഷൻ ആൻഡ് ആക്ടിവിസം. ഇങ്ങനെ നമുക്ക് കൂടുതൽ വായിക്കാൻ കഴിയണം, അല്ലെങ്കിൽ പഠിക്കാൻ കഴിയണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, കൊളാബറേറ്റ് ചെയ്യണം, കോഓപ്പറേറ്റ് ചെയ്യണം, അതിൽ ആക്റ്റീവായി പെർഫോം ചെയ്യണം. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ക്ലാസ് റൂം ലേണിംഗ്, കൊളാബറേഷൻ വിത്ത് സ്റ്റുഡൻസ്. കുട്ടികൾ എന്താണോ ചെയ്യുന്നത് ആ ലേണിംഗ് പ്രോസസ്സിന്റെ കൂടെ ടീച്ചേഴ്സ് ചേരണം എന്നുള്ളതാണ്. ആക്ട് ഇൻ കോഓപ്പറേഷൻ വിത്ത് ദം. കുട്ടികളുമായി കോഓപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ നിർബന്ധമായും പ്രവർത്തിക്കണം എന്നുള്ളതാണ് ടീച്ചറുടെ ഒരു ക്വാളിറ്റി. ദെൻ ഇംപ്രൂവ് ആൻഡ് അപ്ഡേറ്റ് ഹിസ് നോളജ്. നമ്മുടെ നോളജ്, അറിവ് കൂട്ടിക്കൊണ്ടിരിക്കണം. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു ലിംഗ്വിസ്റ്റ്, ഒരു എക്സ്പേർട്ട് ലാംഗ്വേജ് ടീച്ചറോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, കേൾക്കില്ലേ, സൗണ്ട് കേൾക്കില്ലേ? ക്ലിയർ ആണ്. ഒരു എക്സ്പേർട്ടായ ലാംഗ്വേജ് ടീച്ചറോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എപ്പോഴും നിങ്ങളെ കയ്യിൽ ഉണ്ടാവണം, നിങ്ങൾ വായിക്കണം എന്നുദ്ദേശിക്കുന്ന ഒരു ബുക്ക് ഏതാണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് മറുപടി ഗ്രാമർ ബുക്ക് എന്നുള്ളതാണ് അത്ര. അഥവാ ലാംഗ്വേജിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന് ഗ്രാമറാണ്. സോ ഗ്രാമർ ബുക്ക് ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് പറയുന്നത്. 2, പെഡഗോജിക്കൽ നോളജ് ആണ്. ഇതിൽ ഓരോ പോയിന്റും ഈ 5 പോയിന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. സോ പെഡഗോജിക്കൽ നോളജിൽ ടീച്ചർ വിൽ ഹാവ് ദ എബിലിറ്റി ടു ഫോക്കസ് ഇൻ ദ ഫോളോയിങ്. ഒന്ന്, അറേഞ്ചിങ് ദ സബ്ജക്ട്. ഏതൊക്കെ കോണ്ടന്റ്, ഏതൊക്കെ അതിന്റെ സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുക.
സിംപ്ലിഫൈങ് ദ സബ്ജക്ട് ആൻഡ് എക്സ്പ്ലെയിൻ ദം ക്ലിയർലി. നമ്മുടെ സബ്ജക്ട് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും അത് സിംപ്ലിഫൈ ചെയ്യാനും പറ്റുക. Then inductive and deductive methods, you use inductive and deductive methods. ചിലപ്പോൾ നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അത് സ്പെസിഫിക് റൂളിലേക്ക് എത്തേണ്ടി വരും. ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് റൂൾ പറഞ്ഞ് അതിന് കുറെ എക്സാമ്പിൾസ് പറയേണ്ടി വരും. അതാണ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. 4 കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യുക. 5 ടീച്ചിങ് ടെക്നിക്സ് ആഡ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 6 സ്യൂട്ടബിൾ ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് അഥവാ ടീച്ചിങ് എയ്ഡ്സ് കൃത്യമായിട്ട് ഉപയോഗിക്കുക. 7 ടീച്ചിങ് മോട്ടിവേറ്റിംഗ് ദ സ്റ്റുഡൻസ്. 8 ലേണേഴ്സ് പാർട്ടിസിപ്പേഷൻ, എൻഷുവർ ലേണേഴ്സ് പാർട്ടിസിപ്പേഷൻ. 9 ഇംപ്രൂവ് ക്ലാസ് റൂം മാനേജ്മെന്റ്. ഇതൊക്കെ പറഞ്ഞതായോണ്ട് പറയണില്ല കേട്ടോ. 10 ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് വാലുവേഷൻ. ഇത് നേരത്തെ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ. ഫോർമേറ്റീവ് പറഞ്ഞാൽ സ്ഥിരമായി ഇത് ഇടക്കിടക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇറങ്ങി കൊടുക്കുന്ന വർക്കുകൾ. സമ്മേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സമ്മപ്പിന് വേണ്ടി ഒരു സെമസ്റ്ററിന്റെ അവസാനം ഒരു കൊല്ലത്തിന്റെ അവസാനം നടത്തുന്ന പരീക്ഷകളാണ്. ദെൻ പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞതായതുകൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ ടെക്നോളജിക്കൽ നോളജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അപ് ടു ഡേറ്റ് ആയ ടെക്നോളജി നമുക്ക് അറിയാന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ അപ് ടു ഡേറ്റ് ആയ ടെക്നോളജികൾ എന്തൊക്കെയാ? ആസ് എ ടീച്ചർ നമുക്ക് എന്തൊക്കെ അറിയണ്ടേ ഇന്ന് വരെയുള്ളത്? ഹലോ, ഇന്ന് നമ്മളിപ്പോ ടെക്നോളജി പരമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയണ്ടേ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എന്താ? നമുക്ക് AI ഇല്ലേ? AI ടൂൾസ്. ടീച്ചിങ്ങിലേക്ക് വേണ്ട AI ടൂൾസുകൾ അറിയണം. നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കാനോ ഒരു വീഡിയോ ഉണ്ടാക്കാനോ അത് എഡിറ്റ് ചെയ്യാനോ ഒക്കെ AI ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് എന്നുള്ളത്. വേറൊന്നും വന്നിട്ടില്ല വിചാരിക്കാണ് നമുക്ക് അറിയേണ്ടത്. സോ അതിന് ബേസിക് ആയിട്ട് TV, കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ, ഓഡിയോ ടൈപ്സ്, വീഡിയോ അതൊക്കെ പഴയതാണ്. ഇന്ന് നമുക്ക് PPT ഉണ്ടാക്കാൻ അറിയണം. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ട ഈ ഗൂഗിൾ ഫോം, സൂം അങ്ങനത്തെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അറിയണം. അതുപോലെ തന്നെ AI ഉപയോഗിക്കാൻ അറിയണം. ഇങ്ങനത്തെ കുറച്ച് പിക്ചർ ജനറേറ്റ് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങൾ അറിയാന്നുള്ളതാണ്. സോ ടീച്ചേഴ്സിന് ഈ എഡ്യൂക്കേഷണൽ ടെക്നോളജി വെരി ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഹാവിങ് ടെക്നോളജിക്കൽ നോളജ് എന്ന് ഇതിൽ പറയുന്നത്. പിന്നെ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡാണ് അഥവാ ടീച്ചിങ്ങിനോടുള്ള ആറ്റിറ്റ്യൂഡാണ്. അതിലൊന്ന് ഡെവലപ്പിംഗ് ദ ടോട്ടൽ പേഴ്സണാലിറ്റി ഓഫ് ഓൾ സ്റ്റുഡൻസ് ആണ്. അഥവാ കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക, എയിം ചെയ്യുക. അതുപോലെ തന്നെ ഷുഡ് ഹാവ് എക്സംപ്ലറി ക്യാരക്ടർ. നമുക്ക് കൃത്യമായി നല്ലൊരു ക്യാരക്ടർ ഉണ്ടാവുക, നമ്മൾ പ്ലസന്റ് ആവുക, റോൾ മോഡൽ ആവുക. അതുപോലെ തന്നെ നമുക്ക് പെർസവറൻസ് ഉണ്ടാവുക. എന്താ പെർസവറൻസ് കേട്ടണോ? സംഭവം നേടിയെടുക്കാനുള്ള ഒരു ത്വര. നേടിയെടുക്കാത്തവരല്ല, കണ്ടിന്യൂസ് ഹാർഡ് വർക്ക് എന്താണ് പെർസവറൻസ്. നമുക്ക് ഹാർഡ് വർക്ക് ഉണ്ടാവും ചില ആളുകൾക്ക്, അത് കണ്ടിന്യൂസ് ആയി ചെയ്യുക എന്നുള്ളതാണ് പെർസവറൻസ്. അതുപോലെ തന്നെ അണ്ടർടേക്ക് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷണൽ പ്രോഗ്രാംസ്. കുട്ടികൾക്ക് ക്രിയേറ്റീവായ പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുക. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ്, അവർക്ക് അറിവ് കിട്ടാനുള്ള പല ഹ്യൂമൻ റിസോഴ്സസിനെ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളെ അവരെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിക്കുക, സബ്ജക്ട് നോളജ് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൽസ് കുട്ടികൾക്ക് പിന്നെ കൊടുക്കുക, നമ്മളിലും അത് വളർത്തുക. പിന്നെ ട്രീറ്റ് എവരി വൺ ഈക്വൽ ആയിട്ട് എല്ലാവരെയും കൺസിഡർ ചെയ്യാൻ കഴിയുക, അഥവാ ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഡു നോട്ട് ലിമിറ്റ് ദംസെൽഫ് ഓൺലി ടു എഡ്യൂക്കേഷൻ റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. ഞാൻ ടീച്ചറാണ്, ക്ലാസ് എടുക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്നില്ല. ആർട്സ്, സ്പോർട്സ് തുടങ്ങിയിട്ട് എല്ലാ മേഖലയിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു സൈന് ഇടാൻ ശ്രമിക്കുക. അതുപോലെ പ്രൊഫഷണൽ കോഡ് ഓഫ് എത്തിക്സ്. നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ട ചില പ്രൊഫഷണൽ കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട്. അഥവാ സോറി, ഓക്കെ, കാണുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ഏറ്റവും ഒരു സംശയം. സോ പ്രൊഫഷണൽ കോഡ് നമുക്ക് കൃത്യമായ ഒരു ടീച്ചറെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മൊറാലിറ്റി, ആ ഒരു സംഭവങ്ങൾ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ റോൾ മോഡൽസ് ആവുക, സ്റ്റുഡൻസിനുള്ള റോൾ മോഡൽസ് ആവുക. പിന്നെ റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് ആണ്. സ്ക്രീന് കാണുന്നില്ലല്ലോ. കാണുന്നില്ല? ഒരു സെക്കൻഡ്.
ഞാനവിടെ ചോദിക്കാൻ കാരണം വെച്ചാലേ എന്റെ കയ്യിൽ നിന്ന് കൈ അട്ടിയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ കാണുന്നില്ല സ്ക്രീന്? നിങ്ങക്ക് സ്ക്രീനിൽ എന്താ കാണുന്നത്? നമ്മളെ ഈ സ്ലൈഡ് മാത്രമാണോ കാണുന്നത്? അതല്ല, സ്ലൈഡ് മാറുന്നുണ്ട്. അല്ലാതൊരു വിൻഡോ ഇതിന്റെ വലതു ഭാഗത്ത് വേറെ കാണുന്നുണ്ടോ? ഇല്ല. ആ, അത് കാണുന്നില്ലെങ്കില് അത് നന്നായി. എന്താണോ എനിക്ക് ഇവിടെ ആരാ റെസ്പോണ്ട് ചെയ്യുന്ന ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പ്രശ്നം എന്താ? അപ്ഡേറ്റ് ആയോ? കേട്ടില്ല. അപ്ഡേറ്റ് ആയോ? സിസ്റ്റമാറ്റിക്കലി അപ്ഡേറ്റ് ആണല്ല, ഇതിന് കുറച്ച് മുന്നേ ഉണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ വന്നാൽ അതും കൂടി ഇങ്ങ് കാണുമോ എന്നുള്ളൊരു. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം അറിയോ? എനിക്ക് സ്ക്രീനിന്റെ ഒരു മൂലക്ക് അങ്ങനെ ഒരു ഡിസ്പ്ലേയും കൂടി ഉണ്ടാവുമ്പോഴേ എനിക്ക് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആ ഡിസ്പ്ലേ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെക്കേണ്ടി വരും ഇത് ഫുള്ള് കാണണമെങ്കിൽ. പക്ഷെ എന്നാലും ഒരു ഉപകാരമാണ് ഒരു കണക്കിന്. സോ പിന്നെ ഞാൻ അവരവിടെ ചെറുതാക്കി വെക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ഷുഡ് ഹാവ് റിഫ്ലക്റ്റഡ് ഓൺ ഹിസ് ഓൺ ടീച്ചിങ്. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു റിഫ്ലക്ഷൻ ഇൻ ആക്ഷൻ, റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ, റിഫ്ലക്ഷൻ ഫോർ ആക്ഷൻ. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നു എനിക്കറിയില്ല, ഓർമ്മ ഉണ്ടോ? സാറ് പറഞ്ഞിട്ടുണ്ട്. ആ, അങ്ങനെ ഒരു 3 റിഫ്ലക്ഷൻസ് ഉണ്ടായില്ല ആക്ച്വലി. റിഫ്ലക്ഷൻ ഫോർ ആക്ഷൻ എന്ന് പറഞ്ഞാല് റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ, റിഫ്ലക്ഷൻ ഓഫ് ആക്ഷൻ, റിഫ്ലക്ഷൻ ഫോർ ആക്ഷൻ. ഇങ്ങനെയാണ് കേട്ടോ. റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ അതിനെ റിഫ്ലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴേ നിങ്ങൾക്ക് എന്റെ ക്ലാസ് കേൾക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ ഞാനിപ്പോ തന്നെ ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കണില്ലേ. നമ്മൾ എന്ത് പറയണെങ്കിൽ നമ്മൾ സ്വയം വിലയിരുത്തൂലേ? അതാണ് റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിഫ്ലക്ഷൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാലേ ഞാനിപ്പോ എടുത്ത് കഴിഞ്ഞ നമ്മളിപ്പോ ഒരു ക്ലാസ് എടുത്താണ്ട് ഇങ്ങോട്ട് ഇറങ്ങി പോരൂലേ. അപ്പം ആ ഒരു ഡോറിനടത്തുമ്പോൾ ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, നല്ലായിരുന്നോ, മോശമായോ, പ്രതീക്ഷ പോലെ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ നമുക്കൊരു റിഫ്ലക്ഷൻ കിട്ടും. അതാണ് റിഫ്ലക്ഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. റിഫ്ലക്ഷൻ ഫോർ ആക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മളൊരു ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുകയാണ് ഇന്ന് ഞാൻ എടുത്തത് ശരിയായിട്ടില്ല, കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല, നാളെ എന്ത് ചെയ്യണം, വേറെ എന്തെങ്കിലും ഒരു കൂടുതൽ ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിച്ച് ക്ലാസ് എടുക്കണം, അത് നാളെ വേറെ സ്ട്രാറ്റജി ഉപയോഗിക്കണം, നാളെ കുറച്ചുകൂടി സൗണ്ട് കീപ്പ് ചെയ്യണം. അങ്ങനെ നമ്മളൊരു മാറ്റത്തോടു കൂടി അടുത്ത ക്ലാസ് പ്ലാൻ ചെയ്യുന്നതാണ് റിഫ്ലക്ഷൻ ഫോർ ആക്ഷൻ. എന്തിനു മനസ്സിലായോ? ആ സർ, മനസ്സിലായി. എന്താ റിഫ്ലക്ഷൻ ഓഫ് ആക്ഷൻ എന്താന്നാ പറ. ഓഫ് ആക്ഷൻ ആണോ? ഓഫ് ആക്ഷൻ അത് നമ്മള് ഒരു പീരീഡ് ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കുകയാണോ അല്ലെ നമ്മൾ സ്വയം വിലയിരുത്തുകയാണോ? നമ്മൾ സ്വയം വിലയിരുത്താണ്. ഇന്ന് ഞാൻ ക്ലാസ് എടുത്തത് ശരിയായോ, കുട്ടികൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവോ, അങ്ങനെയുള്ള. അപ്പൊ റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ ഓൺ ആക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ സ്വയം വിലയിരുത്താണ് ക്ലാസ് എടുത്തോണ്ട് നിൽക്കുമ്പോ. മനസ്സിലായോ? അപ്പൊ സാർ ഇപ്പൊ ചോദിക്കുന്നില്ല അതുപോലെ. അപ്പൊ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ തോന്നും കുട്ടികൾ ശ്രദ്ധിക്കണില്ലല്ലോ, ക്ലാസ് ശ്രദ്ധിക്കണില്ലല്ലോ. അപ്പൊ നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു ടിപ്പ് കൊടുക്കും, അല്ലെ? എന്തെങ്കിലും ഒരു ഇടപെടൽ നമ്മൾ നടത്തും. 5 ആളുകൾ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ അപ്പൊ തന്നെ ആ ഒരു ക്ലാസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം അവിടെ ചെയ്യും. അതാണ് റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ റിഫ്ലക്ഷൻ ഫോർ ആക്ഷൻ ക്ലാസ് എടുത്തു കഴിഞ്ഞ ശേഷം തന്റെ ക്ലാസ് ശാലിനി പറയല്ലേ അതില് പറഞ്ഞ റിഫ്ലക്ഷൻ ഫോർ ആക്ഷൻ. ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? റിഫ്ലക്ഷൻ ഓഫ് ആക്ഷനോ? ക്ലാസ് എടുക്കാൻ വേണ്ടി കേട്ടില്ല. ആഗ്രഹിക്കുന്നത് മനസ്സിലായിട്ടില്ല. ശാലിനി അവള് പറഞ്ഞ തെറ്റല്ലേ? ചെറുതായിട്ട് കുറച്ചേ മനസ്സിലായിട്ടുള്ളൂ. കുറച്ചേ മനസ്സിലായിട്ടുള്ളൂ. ഞാൻ സാറ് പറയുമ്പേ പെട്ടെന്നൊരു ഷോർട്ട് നോട്ട് ഇവിടെ എഴുതിക്കും മലയാളത്തിൽ തന്നെ, അത് നോക്കി പറഞ്ഞാണ്. പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. അതെ. ഇപ്പൊ അതിലെന്താ പറഞ്ഞോ, ശാലിനി അറിവ് ഉപയോഗിച്ച് പറഞ്ഞതല്ല, ആ നോട്ട്സ് ഉപയോഗിച്ച് പറഞ്ഞതാണെന്നാ പറയുന്നത്. അതെ, ഇങ്ങനെയാലും പറഞ്ഞല്ലോ. അല്ല അതൊരു പോയിന്റ് ആണ്.
മുബീന ചിരിക്കണു. മുബീനക്ക് 3 മനസ്സിലായോ? മനസ്സിലായി, ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. അതാണ് ആ ധൈര്യത്തിൽ ഒന്ന് ചിരിക്കണേ അല്ലേ, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഉണ്ടാതിരിക്കുമല്ലോ. ഓക്കെ, അപ്പം പിന്നെ അപ്പൊ ഈ റിഫ്ലക്ഷൻസ് എത്രത്തോളം ഇഫക്റ്റീവായി നമ്മൾ നടത്തണോ അത്രയും നമ്മുടെ ടീച്ചിങ് ഇമ്പ്രൂവ് ആവും അല്ലേ. നമ്മൾ കൃത്യമായിട്ട് ഇന്നത്തെ എന്റെ ക്ലാസ് മനസ്സിലായോ, ഞാൻ എപ്പോൾ എടുക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അവർക്ക് താല്പര്യം ഉണ്ടോ, ഈ മനസ്സിലാവുന്നത് മാത്രമല്ല കേട്ടോ, അത് നമ്മുടെ സൈഡ് ഓരോ സൈഡ് എല്ലാം നമ്മൾ അതിലൂടെ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് കൊടുക്കും. സോ റിഫ്ലക്ഷൻ എന്നുള്ളത് ഭയങ്കരമായ ഒരു സ്കില്ലാണ്. ഹൗ ടു ഡെലിവർ ദ കോണ്ടന്റ് ഇൻ എ ബെറ്റർ വേ. ഈ നമുക്കില്ല ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടില്ല സങ്കല്പിക്കുക, നാളെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഒരു കുറച്ചുകൂടി മനസ്സിലായിട്ടില്ല, അപ്പൊ ഓൽക്ക് നാളെ അത് വീണ്ടും പഠിപ്പിക്കണം എങ്കിൽ ആ പഠിപ്പിക്കണെ വിളിക്കുന്ന പേരെന്താ? ട്യൂട്ടോറിയൽ. എന്തോ ട്യൂട്ടോറിയൽ എന്നാണ്. ട്യൂട്ടോറിയൽ അല്ല, വേറെ എന്തെങ്കിലും ഉണ്ടോ? റെപ്പിറ്റേഷൻ. റിപ്പീറ്റേഷൻ എന്നുള്ളത് ആ പ്രോസസ്. അതിലിപ്പോ ക്ലാസ്സിൽ ഭയങ്കര ശ്രദ്ധയാണ്, ചോദിച്ചപ്പോ കിട്ടായിട്ടേ. റീകോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞതിനെ കുറിച്ച് വെറുതെ ചിന്തിക്കുന്നത് പറയാ, എന്തോ ടീച്ചിങ് ആണ്, ഡാഷ് ടീച്ചിങ്, റെമഡിയൽ ടീച്ചിങ്. അഥവാ നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് വീണ്ടും ആ മനസ്സിലാവാത്ത കാര്യം ഒന്നുകൂടി പഠിപ്പിക്കുന്നത് റെമഡിയൽ ടീച്ചിങ് എന്നുള്ളതാണ് കേട്ടോ. സോ യൂസിങ് ഡിഫറെന്റ് ടെക്നിക്സ് ആൻഡ് ടെക്നോളജീസ് ഒക്കെ അവിടെ നമ്മൾ ഉപയോഗിക്കും. കാരണം എന്താ പറയുക, ഓൾറെഡി നമ്മളെടുത്ത് ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ മനസ്സിലാകുന്ന കോലത്തിലേക്ക് അതിനെ മാറ്റി ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് ഒന്നുകൂടി അതിനെ ഷോർട്ട് ആക്കിയിട്ടൊക്കെ ആയിരിക്കും അവിടെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് റീസൺസ് ഫോർ കൺസിഡറിങ് ടീച്ചിങ് ആസ് അൻ ഇമ്പോർട്ടന്റ് പ്രൊഫഷൻ. 8:39 ആയിട്ടുണ്ട് അല്ലേ. നമുക്ക് തൽക്കാലം ഇത് ഇവിടെ വെച്ച് നിർത്തിയാലോ? ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ ഇത്രയാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. റീസൺസ് ഫോർ കൺസിഡറിങ് ടീച്ചിങ് ആസ് എൻ ഇമ്പോർട്ടന്റ് പ്രൊഫഷൻ ഉണ്ട്, കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, ഇത് അടുത്തൊരു ടേം ആണ്. പിന്നെ അപ്പൊ ഈ ഒരു സ്ലൈഡിനോട് പറയാം. പിന്നെ കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അവിടെ നമുക്ക് അവസാനിപ്പിക്കുകയാണെങ്കിൽ, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, ടീച്ചേഴ്സ് പ്രൊഫഷൻ, ഓക്കെ കുഴപ്പമില്ല, നമുക്ക് ഏകദേശം അവസാനിപ്പിക്കാം. ഏകദേശം പകുതി ആയിട്ടുണ്ട്. അപ്പം റീസൺസ് ഫോർ എവിടെ, ഓക്കെ, റീസൺസ് ഫോർ കൺസിഡറിങ് ടീച്ചിങ് ആസ് ആൻ ഇമ്പോർട്ടന്റ് പ്രൊഫഷൻ. അതില് ഞാൻ ഇതിൽ ഇങ്ങനെ ബോൾഡ് ആക്കിയിട്ടാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ബോൾഡ് ആക്കിയിട്ടുണ്ടാവില്ല. ഞാനത് കഴിഞ്ഞിട്ട് ഇന്നിങ്ങനെ ജസ്റ്റ് വായിച്ചപ്പോൾ കുറച്ച് ബോൾഡ് ആക്കിയിട്ടുണ്ട്. അപ്പോ പിന്നെ ഇത് വേണമെങ്കിൽ ഞാൻ ഇതന്നെ PDF ആക്കിയിട്ട് വേണമെങ്കിൽ തരാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബോൾഡ് ആക്കിയിട്ടുണ്ട്. സോ ഒന്ന്, ഓൺലി ദോസ് ഹു പൊസസ് ദീസ് ക്വാളിഫിക്കേഷൻ ആർ അലൗഡ് ടു ബിക്കം ടീച്ചേഴ്സ്. അല്ലെ, നമുക്കറിയാം ടീച്ചേഴ്സ് ആവാൻ കൃത്യമായ ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഒരു LP ടീച്ചർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്താ? TTC അല്ലേ? TTC ഒന്നല്ല. TTC ഉള്ളതിന്റെ പഴയ പേരാണ്, എന്റെ പുതിയ പേരാണ് DLED, ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ. അപ്പോ UP അധ്യാപനാണെങ്കിലോ DLED വിത്ത് കാറ്റഗറി 1. UP ആണെങ്കിലോ ഒന്നും അറിയില്ലേ? DLED ഇതിന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? അറിയില്ല വെക്കുമ്പോ അതിൽ ചിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ നിങ്ങൾ ചിരി കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. മുനീറ ക്ലാസ് നടക്കുന്നു പോയി തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്താ മുനീറ ഇടക്ക് പോണേ? ഇവിടുക്കെ പോണത്? ചാടിക്കാൻ പോയോ? കോള് വരുമ്പോ പോണേ സർ. അവിടെ സ്റ്റാറ്റസ് ഇട്ടുണ്ടോ? ഞാൻ 7 to 9 ക്ലാസ്സിലേക്കരം ആരും വിളിക്കരുത് എന്നൊക്കെ വന്നിട്ട് സ്റ്റാറ്റസ് ഇട്ടുണ്ടോ? പിന്നെ ഫായിസാറേ അവിടെ വന്നിട്ട് കമന്റ് ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ മുമ്പ് 2 ലക്ഷ്യക്കരം, ഒന്നുകിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് അറിയാതെ ഒന്നാണ്ട് ഞാൻ അത് കാണൂലല്ലോ വെച്ചിട്ട്, അല്ലെങ്കിൽ മുമ്പ് ടൈപ്പ് ചെയ്താൽ ഞാൻ കാണുമോ നോക്കിയേക്കാരം. ഇത് രണ്ടിലൊന്നാണ്. ഒരു ഭയങ്കര കണ്ണിങ്ങിന്റെ ആളാണ്. ഇതിലേത് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോ DLED അല്ലെങ്കിൽ BEd.
വിത്ത് കാറ്റഗറി 1 or 2 ആണ്. കാറ്റഗറി 1 ഉണ്ടെങ്കിലും യു പിയിൽ വർക്ക് ചെയ്യാം, കാറ്റഗറി പിന്നെ 2 ഉണ്ടെങ്കിൽ യു പിയിൽ വർക്ക് ചെയ്യാം. ഈ ഫൈസോടല്ല ക്വസ്റ്റ്യൻ, സ്റ്റുഡൻസിനോടാണ്. പിന്നെ കാറ്റഗറി 4 എന്തിലുള്ളതാ? കാറ്റഗറി 1, 2, 3, 4 ഉണ്ട്. സാർ പറ. ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് ആണ്. അതിനിടയിൽ എനിക്കിട്ട് പണിയുന്നത് സാറ് പറയാന്ന്. പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ എന്താ ഹൈസ്കൂള് നമുക്കറിയാലോ. നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണ്ടേ? BEd വിത്ത് സെറ്റ് കേട്ടിട്ട് ഹൈസ്കൂളിനോ? ഹൈസ്കൂൾ കാറ്റഗറി 3 വേണം. പിന്നെ നമ്മൾ ഫുള്ള് പറയാൻ നിൽക്കണില്ല. സോ ഏതായാലും ടീച്ചർ എഡ്യൂക്കേഷൻ എംബഡി ദ സ്പെഷ്യൽ ട്രെയിനിങ് മീൻ ഫോർ ദ ടീച്ചിങ് ജോബ്. നമുക്കറിയാലോ അല്ലേ, നമുക്കൊരു സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ട്, അഥവാ ഇന്റേൺഷിപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ആൻഡ് ദ എക്സ്പേർട്ട് നോളജ് റിഗാർഡിംഗ് ടീച്ചിങ് മെത്തേഡ്സ്, ടെക്നിക്സ്. നമ്മൾ എന്തുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സും അതിന്റെ സ്ട്രാറ്റജീസും മെത്തേഡ്സും ആക്ടിവിറ്റീസും ടീച്ചിങ് സ്കിൽസും ടീച്ചിങ് മാനേജ്മെന്റും മൈക്രോ ടീച്ചിങ്ങും ലെസൺ പ്ലാനും പെഡഗോജിയും അങ്ങനെ കുറെ മേഖലകൾ എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ എന്ത് വിളിക്കാം, ഒരു പ്രൊഫഷണൽ ടീച്ചർ എന്ന് വിളിക്കാം. അതേപോലെ തന്നെ ടീച്ചേഴ്സ് ഹാവ് സ്പെസിഫിക് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് അല്ലെ. ടീച്ചേഴ്സിന് സ്കൂളിൽ ഇപ്പോൾ ടീച്ചിങ് എന്ന ഡ്യൂട്ടി വളരെ കുറവാണെങ്കിലും ബാക്കിയുള്ള കുറെ ഡ്യൂട്ടീസ് വളരെ കൂടുതലാണ്. കാരണം ഈ അറബി ടീച്ചർമാർക്കാണ് സാധാരണയായിട്ട് ഈ ചോറിന്റെയും കഞ്ഞിന്റെ ഒക്കെ ഡ്യൂട്ടി ഉണ്ടാവുക. പിന്നെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞ പോലെ ഇപ്പൊ LP ഒക്കെ ആണെങ്കിൽ നമ്മൾ LSSും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പണികളിരിക്കും. അല്ലെങ്കിൽ തന്നെ ഓരോ ഡേ സെലിബ്രേഷൻസ്, അതേപോലെ തന്നെയുള്ള കുറെ പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് ടീച്ചേഴ്സിനുണ്ട്. പഠിപ്പിക്കുന്ന ഡ്യൂട്ടി ഉണ്ട്, അതിന് പുറമെ ഒരുപാട് ഡ്യൂട്ടീസ് എന്തുണ്ട് സ്കൂളിലുണ്ട്. ഇന്നത്തെ ടീച്ചേഴ്സിന് ഒരു മിനിറ്റ് എന്തില്ല, ഫ്രീ ആയിട്ട് നിൽക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ് അതൊരു വസ്തുതയാണ്. പിന്നെ ഹാവ് എ ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ടു റിന്യൂ ദെയർ സബ്ജക്ട് നോളജ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, ടീച്ചേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ മരിക്കോളം പഠിക്കണം എന്നാണ് പറയാ. ആ സബ്ജക്ട് നോളജ് ഇംപ്രൂവ് ചെയ്തുകൊടുക്കണം അല്ലെ. അഥവാ ഷുഡ് ബി എ സ്റ്റുഡൻറ്, എപ്പോഴും ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. അപ്പോൾ ടീച്ചറാണെങ്കിൽ പ്രത്യേകിച്ച് സർവീസിലുള്ള കാലത്ത് മുഴുവൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. പുതിയ പുതിയ കോഴ്സുകൾ വരുമ്പോൾ അത് നിർബന്ധമായും പഠിച്ചുകൊണ്ടിരിക്കണം, അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം, സ്കില്ല് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഹൗ ടു വർക്ക് ഇൻ കോപ്പറേഷൻ വിത്ത് ഫെലോ ടീച്ചേഴ്സ്. നമുക്ക് നമ്മുടെ കൊളീഗ്സ് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഉണ്ട്, അവരുമായിട്ട് എപ്പോഴും കോപ്പറേറ്റ് ചെയ്യണം. ആൻഡ് മാനേജ്മെന്റ് അല്ലെ, നമ്മുടെ പ്രിൻസിപ്പള്, ടീച്ചേഴ്സ്, അഥവാ കൊളീഗ്സ്, പാരന്റ്സ്, മാനേജ്മെന്റ്, ഇവരായിട്ടൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു കൊളാബറേഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് വർക്ക് ഹാർഡ് ടു ഇംപ്രൂവ് ദ എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റ് ഓഫ് സ്റ്റുഡൻസ്. കുട്ടികളുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ എന്ത് വിലയും നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് കമ്മിറ്റ്മെന്റ് നമ്മൾ ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യണം. ഓക്കെ. ആൻഡ് ഹാവ് ടു റിഫ്ലക്ട് അപ്പോൺ ദെയർ ടീച്ചിങ് പെർഫോമൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടീച്ചിങ് എന്താന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിഫ്ലക്ട് ചെയ്ത് കൊടുക്കണം, ഫീഡ്ബാക്ക് വാങ്ങിക്കൊണ്ടിരിക്കണം. നമുക്ക് ആരൊക്കെ എന്തൊക്കെ ഫീഡ്ബാക്ക് വാങ്ങാം, നമ്മുടെ ടീച്ചിങ് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് ആരൊക്കെ എന്തൊക്കെ ഫീഡ്ബാക്ക് വാങ്ങാം? സ്റ്റുഡൻസിന്റെ വാങ്ങാം, പാരന്റ്സിനോട് ഫീഡ്ബാക്ക് വെച്ചാൽ അവസ്ഥ എന്തായിരിക്കും? പ്രിൻസിപ്പളേക്ക് വാങ്ങാം. പാരന്റ്സിനോട് ചോദിക്കുന്ന അവസ്ഥ വെച്ചോക്കണേ. പാരന്റ്സിന് നമ്മൾ ടീച്ചിങ്ങിനെ കുറിച്ച് അറിയണമെന്നില്ല, കാരണം അവർ ടീച്ചിങ് നേരിട്ട് കാണുന്നില്ല. നമ്മളെ ഇടപെടലുകളാണ് അവർ കാണുന്നത്. നമ്മളൊരു ബിഹേവിയറോട് ചോദിക്കുകയാണെങ്കിൽ എന്താ, നമ്മുടെ കൂടെയുള്ള ടീച്ചേഴ്സ്, കൊളീഗ്സ് ഏറ്റവും ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. ഈഗോ വർക്ക്ഔട്ട് ആവില്ലെങ്കിൽ ഏറ്റവും നല്ലത് കൊളീഗ്സ് ആണ്. ഇവിടെ നമുക്ക് തരാം, ഇപ്പൊ ടീച്ചിങ് തന്നെ ടീം ടീച്ചിങ് എന്നൊക്കെയുള്ള സാധനം ഉണ്ട്, ടീം ടീച്ചിങ് ഉണ്ട്. അതുപോലെ തന്നെ പരസ്പരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്ലാസ് വേറൊരാളും ഒന്ന് കാണാൻ പറയണം. ഓക്കെ, പരസ്പരം ഒബ്സർവ് ചെയ്തിട്ട് പരസ്പരം ഇവാലുവേറ്റ് ചെയ്യണം. ശരിക്കും ഇവാലുവേറ്റ് ചെയ്യല്ല, ക്രിട്ടിസൈസ് ചെയ്യണം ശരിക്കും. അത് നമ്മുടെ ടീച്ചിങ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. സോ നമുക്ക് സ്റ്റുഡൻസിൻ്റെ നമ്മളെ ഫീഡ്ബാക്ക് വാങ്ങാം, കൊളീഗ്സിൻ്റെ വാങ്ങാം, അതേപോലെ തന്നെ പ്രിൻസിപ്പലേക്ക് നമുക്ക് വാങ്ങാം. അപ്പൊ അങ്ങനെ അത് വാങ്ങുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറയും. ആ നെഗറ്റീവ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് ഇംപ്രൂവ് ചെയ്യൂലേ? നെഗറ്റീവ് ഇല്ലാണ്ട് അടുത്ത ക്ലാസ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ വേറെ മനസ്സ് വേണം, ഇത് വാങ്ങണമെങ്കിൽ വേറെ മനസ്സ് വേണം. അപ്പം നമ്മൾ ആ ഫീഡ്ബാക്ക് വാങ്ങിയിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട്
അതിലെന്താണ് റെമഡിയൽ മെഷേഴ്സ് ഉള്ളത് എന്ന് നോക്കണം. ആ റെമഡിയൽ മെഷേഴ്സ് പരിഗണിച്ചിട്ട് വേണം, അത് മാറ്റിയിട്ട് വേണം നമ്മൾ ക്ലാസ് എടുക്കാൻ. അപ്പൊ അതിന് ഈ ക്രിറ്റിസിസം ലെസൺ എന്നൊക്കെയാണ് ബി എഡിൽ ഉണ്ടാവുക, ക്രിറ്റിസിസം ലെസൺസ്. ആ ക്രിറ്റിസിസം ലെസൺസ് കഴിയുമ്പോഴേക്ക് ഒരു ഇതൊക്കെ ഈ പാകപ്പെടാനുള്ള ആളുകൾ പാകപ്പെടാറുണ്ട്. കാരണം പരസ്പരം അങ്ങേക്ക് എല്ലാ നെഗറ്റീവ്സും പറയണ ഒരു സംഭവമാണ് ആക്ച്വലി ക്രിറ്റിസിസം ലെസൺ. സോ അത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. ഇനി കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു അടുത്തൊരു ടേം ആണ്, അത് നമുക്ക് അടുത്തൊരു സെഷനിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്താണ് നമ്മൾ ഇന്ന് പഠിച്ചത് എന്നുള്ളത് ജസ്റ്റ് ഒരു ഹാവ് എ ലുക്ക്. ഒന്ന്, ഇത് ലാസ്റ്റ് യൂണിറ്റ് ആണ്. ഇതിന്റെ പേരെന്താണ്? എന്താണ് പേര്? ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ. അത് കഴിഞ്ഞ് നമ്മൾ ടീച്ചിങ്ങിന്റെ എന്ത് കണ്ടു? കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ് കണ്ടു. അതിൽ തന്നെ കുറച്ച് ഡെഫിനിഷൻസ് കണ്ടു. ദെൻ നാച്ചുർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് ആണ്. അതിൽ ഏകദേശം 13 നാച്ചുറൽ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു. അത് കഴിഞ്ഞിട്ട് കോമിസാസിന്റെ ഒരു 10 ടീച്ചിങ് സ്കിൽസ് കണ്ടു. അതിനുശേഷം ഇഫക്റ്റീവ് ടീച്ചിങ് എന്നുള്ള ആ ഒരു ടേമിലേക്ക് പോയി. ഇഫക്റ്റീവ് ടീച്ചിങ്ങിന്റെ മീനിങ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്, അതെങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇഫക്റ്റീവ് ടീച്ചിങ്ങിന്റെ ഡെഫിനിഷന്, അങ്ങനെയുള്ള കുറച്ച് ഡെഫിനിഷൻ മീൻസ് ഒരു സിമ്പിൾ ഡെഫിനിഷൻ ആണ്. അങ്ങനെ ഇതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ക്യാരക്ടറിസ്റ്റിക്സ് എത്ര ഉണ്ട്? മൊത്തം 12ഓളം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഓക്കെ, 12 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അത് പ്രത്യേകം നോക്കാം. പിന്നെ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഇഫക്റ്റീവ് ടീച്ചിങ് എന്ന് പറഞ്ഞിട്ട് 5 ഉണ്ട്. ഈ 5ഉം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, പ്രത്യേകം നോട്ട് ചെയ്യണം. 5ഉം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഒരു 5 മാർക്കിനോ അല്ലെങ്കിൽ അങ്ങനത്തെ പാരഗ്രാഫോ എസ്സൊക്കെ ആയിട്ട് അതൊക്കെ ചോദിക്കുകയില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ അതിലുള്ള 5 പോയിന്റ്സ്. പിന്നെ റീസൺസ് ഫോർ കൺസിഡറിങ് ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ എന്നുള്ളതാണ് ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്സ്. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഒന്ന് പറയാനുള്ളത്, ക്ലാസ്സിൽ പരമാവധി ഇന്ററാക്റ്റീവ് ആയി തന്നെ നിങ്ങളുടെ ഒരു റോള് നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയി ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് വളരെ വിനയത്തോടെ അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ്. സോ കോപ്പറേറ്റ് ചെയ്ത എല്ലാവർക്കും, കേട്ടിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. സോ ലെറ്റ് മീ കൺക്ലൂഡ് മൈ ക്ലാസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.